ഒരു കൃപാവരത്തിലും കുറവുമില്ല. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സഭ നമ്പർ 1 സഭയാണ്. അത് 1-ാം അധ്യായത്തിൽ വളരെ അഭിനന്ദനീയമായിട്ട് ശ്ലാഘനീയമായിട്ട് പൗലോസ് പറഞ്ഞു. പക്ഷേ 2-ാം അധ്യായത്തിൽ ആത്മാവ് ആഴമറിഞ്ഞു. എന്നെ നിങ്ങളെയൊക്കെ ഒറ്റ നോട്ടം നോക്കിയാൽ വലിയ തരക്കേടില്ല. ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷ പറഞ്ഞാൽ വലിയ പൈക്കത്തരവില്ല. പക്ഷെ നമ്മളോട് അടുത്തൊന്ന് ഇടപെടുമ്പോഴാണ് നമ്മുടെ തനിനിറം ഇല്ല. ഇപ്പൊ ഇങ്ങനെ ഇരുന്നാലൊന്നും ആരെയും പിടികിട്ടുകയല്ല. നല്ല സഭയാണ്, വചനത്തിൽ തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്, സാക്ഷ്യമുള്ളവരാ, കൃപയുണ്ട്. പക്ഷെ 2-ാം അധ്യായത്തിൽ ഇവരുടെ എല്ലാ ആഴം ആത്മാവ് ഒന്നറിഞ്ഞു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ വായിക്കുമോ? 2:9 മുതൽ വായിച്ചോ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പൊ പുറമേ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആ ഇരിപ്പും നോട്ടവും ഡ്രസ്സും മുഖഭാവവും ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ ആ ഓർഡറിലുള്ള ഇരിപ്പും കസേരയും ഈ ഹാളും എല്ലാം വളരെ നന്നായിരിക്കുന്നു. അപ്പോൾ 1-ാം അധ്യായത്തിൽ പുറമേ നോക്കി വിലയിരുത്തിയപ്പോൾ ഒരു കൃപാവരത്തിലും കുറവില്ല. നമ്പർ 1 സഭയാണ്. പക്ഷെ 2-ാം അധ്യായത്തിൽ ഈ സഭയുടെ ആഴം അറിഞ്ഞു. ദൈവത്തിന്റെ ആഴം വരെ അറിയുക. ആഴമറിഞ്ഞ ആത്മാവ് 3-ാം അധ്യായത്തിന്റെ 1 പറഞ്ഞു, സഹോദരന്മാരെ, ഇതൊക്കെയാണെന്നില്ല നിങ്ങളോട് ആത്മീകന്മാരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. സഭായുഗം നടക്കുമ്പം വലിയ കുഴപ്പമില്ല. അന്നേരത്തെ ആ സംസാരമൊക്കെ എന്ത് ഭവ്യതയും എന്ത് ബഹുമാനമാ. അല്ല, ഇത് കഴിഞ്ഞു അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. പണ്ടൊരാള് സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചപ്പം താഴ്മയും വിനയവും ക്ഷമയെപ്പറ്റി കേട്ടതാ. പറഞ്ഞപ്പം ഭാര്യ സെക്രട്ടറിയോട് പറഞ്ഞു, അച്ചാനെ അവിടെ തന്നെ ഇരുത്തിക്കോ, വെള്ളവും ചായയൊക്കെ അങ്ങോട്ട് സമയത്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞിങ്ങനെ കേൾക്കുന്നു. ശരിയാകാനും സാധ്യതയുണ്ട് ചിലരെ നമ്മൾ ചിന്തിച്ചിട്ട്. അപ്പൊ ഇന്നലെ ഓർപ്പിച്ചത് പോലെ ഇവിടെ നിന്ന് പറയുന്നതല്ല വിശേഷത, അത് കഴിഞ്ഞു അങ്ങനെ ആയിരിക്കണം. പ്രസംഗം ഒരു കലയാ. പിന്നെ ആത്മീക പ്രസംഗങ്ങൾ അല്പ കൃപയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ. ഈ വേദപുസ്തകത്തിലൊരു വാക്യമുണ്ടല്ലോ, കൈമിടുക്കോടെ നടത്തിയെന്ന്. അപ്പൊ ഇച്ചിരി കൈമിടുക്കും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ, എല്ലാവരും കേട്ടിരിക്കും. പക്ഷെ അതുപോലെ ജീവിതത്തിലും കൂടെ ആകണം. ഞാൻ എന്നെ പ്രതിയാക്കിയായി പറയാം. ദൈവത്തിന് മഹത്വം. അപ്പൊ ആത്മീകരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം അല്ലേ. ഇവർക്ക് അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, രോഗശാന്തിയുണ്ട്, വചനമൊക്കെ നല്ലതുപോലെ അറിയാം, നല്ല പരിജ്ഞാനമാണ്. പക്ഷേ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സംസാരമാണ് നമ്മൾ ഇന്നലെ ചിന്തയ്ക്ക് എടുത്തത്. ഇതിനോട് ചേർത്ത് ഇനിയും വായിച്ച മോളെ ആ ഭാഗത്തേക്ക്. ഇന്നലെ വരാത്തവരുടെ അറിവിനൊന്ന് സൂചന തന്നതാ. ഇന്നലെ നമ്മളൊരു ഭാഗം വായിച്ചായിരുന്നു. അല്ല മോളെ, ന്യായാധിപന്മാര് 12:1 സംസാരം ശരിയല്ല. പെട്ടെന്ന് വായിച്ചു. അനന്തരം എഫ്രൈമ്യർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് ഇഫ്താഹിനോട്
നീ അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ, നീ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളോട് കൂടെ പോരേണ്ടതിന്, ഞങ്ങളെ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞത്. അതിനെ ഞങ്ങളെ വിളിക്കാഞ്ഞ. ഇത് സംസാരം ആത്മീയരാ കേട്ടോ, ആത്മീയരാ. നീ അമോര്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിച്ചില്ല. അതിനെ ഞങ്ങൾക്ക് നോട്ടീസ് തരാഞ്ഞ്, ഞങ്ങളെ എന്നാ കത്ത് മുഖാന്തരം അറിയിക്കാഞ്ഞ്, ഇതെന്നാ കമ്മിറ്റി പറയാഞ്ഞ്, ഇത് ഇന്നയാളോട് പറഞ്ഞ അനുവാദം വാങ്ങിയോ? ഇതൊക്കെയാ വിഷയം. എന്നാ പോട്ടെ, ഇനി അത് ആവർത്തിക്കരുതെന്നല്ല. അടുത്ത ഡയലോഗ്, നിന്നെ ഞങ്ങൾ ചുടുവെന്ന്. അടുത്ത വാക്യം വായിച്ചേ. ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീടിന് തീ വെച്ച് ചുട്ടുകളയും എന്ന് പറഞ്ഞു. ആത്മീയർക്ക് ഇങ്ങനെ പറയാവോ? ഒരു വലിയ കൺവെൻഷൻ്റെ സമയത്ത് ഞാൻ അത്യാവശ്യ കാര്യത്തിന് താഴോട്ട് പോയ ശംഖാഭിഷേകത്തോടുള്ള ബന്ധത്തിൽ താഴോട്ട് പോയപ്പോൾ ഒരാളെ കുത്തിന് പിടിച്ചേച്ച് പറഞ്ഞു, കളിക്കരുത്, ഞാൻ മട്ടാഞ്ചേരിന്ന് ആളിനെ ഇറക്കുമെന്ന്. ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് പോയില്ല, ഇങ്ങേ ഭാഗത്തോട്ടങ്ങ് പോയി. എവിടാന്നൊന്നും പറയത്തില്ല, പറയണ്ട, നിങ്ങൾക്കറിയാവല്ലോ ഇതൊക്കെ എവിടാ പറയുന്നെന്ന്. മട്ടാഞ്ചേരിന്ന് അല്ല, അങ്ങനെ ഇറക്കുന്നുമുണ്ടെന്ന് കേൾക്കുന്നു. കൺവെൻഷൻ സീസണിലേ നമ്മൾ ഓർക്കും വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാം ആത്മീയന. അന്നല്ല, പലതും ഗുണ്ടകളുമാണ്. അതെ, ഒന്ന് ഇടഞ്ഞു നോക്കുക, എന്നാലും അറിയാം തനി നിറം. കുത്തിന് പിടിക്കുന്നു, താടിക്ക് തേമ്പുന്നു, നാടൻ ഭാഷ തത്തിച്ചോണ്ട് നടക്കുന്നു. ഇത് എല്ലാം പാവത്തങ്ങളെ, ഒന്നും അറിയാൻ മേല. ഇവര് എബ്രാഹിമർക്ക് ഇങ്ങനെ പറയാമോ? ഇവര് പറയാ, നീ ഞങ്ങളെ എന്താ വിളിക്കാഞ്ഞേ? അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വീടിനകത്തിട്ട് കത്തിക്കും. എൻ്റെ പ്രിയരെ, നമ്മുടെയൊക്കെ സംസാരം വളരെ സൂക്ഷിച്ചോണം. അല്ല, കൂട്ടുവിശ്വാസിയോട്, ദൈവദാസനോട്, ദൈവമക്കളോട്, കൂടെ ആരാധിക്കുന്നവരോട് ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണം. നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ, എബ്രാഹിം ആരാ? അർഹതയില്ലാത്തവനായിരുന്നു. ഒന്ന്, പുറജാതി സ്ത്രീ ജനിച്ചവൻ. രണ്ട്, അന്യദേശത്ത് ജനിച്ചവൻ. മൂന്ന്, ബുദ്ധിയില്ലാത്തവൻ. നാല്, അമ്മയുടെ ഉദരത്തിലെ മുടന്തൻ. അങ്ങനെ ഒത്തിരി അപാകതകളും ന്യൂനതകളും പോരായ്മകളുമുള്ള ഇവനെ ദൈവം ഒന്നാമത് കൊണ്ടുവന്നു. അത് നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണല്ലോ. രൂപന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസേപ്പിന് കൊടുത്തു. യോസേപ്പിൽ നിന്ന് അതെടുത്ത് യോസേപ്പിൻ്റെ മക്കൾക്ക് കൊടുത്തു. ആ മക്കളിൽ എബ്രാഹിമിനും കൊടുത്തു. ഇന്നലെ വായിച്ചെന്നാലും ഒന്നുകൂടെ വായിച്ചോ മോളെ. ജ്യേഷ്ഠാവകാശം രൂപേനുള്ളതാ, അതവൻ അലക്ഷ്യമാക്കി. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ആദ്യം വായിക്കണം. ഇന്നലെ വായിച്ചതാ മോൾ, എന്നാലും ഒന്നുകൂടെ അത് വായിച്ചോ. വേദപുസ്തകം ഇല്ലയോ, കുഴപ്പമൊന്നും വരികയില്ല. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ആദ്യം. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. അടുത്തത്, ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. അപ്പോൾ ഇത് രൂപേന് കിട്ടേണ്ടതാ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ രൂപേൻ പാപം ചെയ്തു. ആ പാപത്തെ പറ്റി ഒരു പദം കൊടുത്തിരിക്കുന്നത് ഇസ്രായേൽ അത് കേട്ടു. മോളെ, ആ പദം മാത്രം വായിക്കണം, മൊത്തം വായിക്കരുതേ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം അല്ലേ? മിടുക്കി, അങ്ങനെ വായിക്കണം. മതി, അത്ര വായിച്ചാൽ മതി. ഞാൻ തപ്പുക, ഇങ്ങോട്ട് നോക്ക്, അതിനാന്നുള്ളതാ വിഷയം. അപ്പോൾ ഇസ്രായേൽ അത് കേട്ടു എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പാടില്ലാത്തതാ, അത് കേട്ടു. ഈ വിഷയത്തിലൊരു ക്രമീകരണം വരുത്താഞ്ഞത് കൊണ്ട് ഒടുവിൽ അപ്പൻ ഇവനെ ശപിച്ചു. അതാ ഉൽപ്പത്തി 49-ന്റെ 1-2 അറിയാം, വായിക്കണ്ട. രൂപേനെ, നീ ശ്രേഷ്ഠനാകത്തില്ല.
ആകുകയില്ല. കാരണം നിനക്ക് ധാരാളം അവസരം തന്നതാ. ഇത് 35-ാം അധ്യായത്തിൽ നടന്ന കാര്യമാണ്. സ്തോത്രം. ധാരാളം അവസരം നിനക്ക് തന്നു, പക്ഷേ ഈ അവസരം നീ ഉപയോഗിച്ചില്ല. ഈ വിഷയത്തിലൊരു ക്രമീകരണമോ നിരപ്പോ രൂപാന്തരമോ അപ്പനോടോ അല്ലെ ആ വ്യക്തിയോടോ അല്ലെങ്കിൽ പൊതുവായിട്ടോ ഒന്നും ഒരു ക്രമീകരണം വരുത്തിയില്ല. നീ ഇതങ്ങ് മറന്നു. പക്ഷെ അപ്പം മറന്നുമില്ല. കൊച്ചുമോൻ എന്തോ പറഞ്ഞു ഞാൻ കണ്ടു പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെയുള്ളതേ പറയൂ. അപ്പൊ ഇതിന് ഒരു ക്രമീകരണം. ഞാനൊരു കാര്യം പറയാം. നമ്മളെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരാ, കുടുംബം, സമൂഹം ഒക്കെ ഉണ്ട്. അപ്പം പോരായ്മകളൊക്കെ വരാം. മനുഷ്യനല്ലേ. സംസാരത്തിൽ, പ്രവൃത്തിയിൽ, കൊടുക്കവാങ്ങലിൽ, ഇടപാടിൽ, സഹകരണത്തിൽ. പക്ഷേ അത് ന്യായീകരിക്കാതെ വിഷയത്തിൽ അപാകതയോ പോരായ്മയോ വന്നിട്ടുണ്ടെങ്കിൽ ക്രമീകരണം വരുത്തണം. അത് വരുത്തിയില്ല. അവസരം ദൈവം കൊടുത്തത് വാ. അപ്പൊ ഈ കാരണങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്ത് ദൈവം തമ്പുരാൻ യാക്കോബിൽ കൂടി ഒടുവിൽ സംസാരിച്ച വേളയിൽ പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠാവകാശം ഇനി എടുക്കുക. ഈ തരുന്ന ദൈവത്തിന് എടുക്കാനും അറിയാം. ജ്യേഷ്ഠാവകാശം എടുത്തു. നീ ശ്രേഷ്ഠനാകത്തില്ല. നിങ്ങൾ വേറെ പുസ്തകം മുഴുവൻ വായിച്ച ഈ എബ്രയീം ഗോത്രത്തിൽ നിന്ന് ഒരെണ്ണം ആത്മീക നേതൃത്വത്തിൽ വന്നില്ല. ഒരെണ്ണം പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോണം. ആത്മീക വിഷയങ്ങളിൽ നേതൃത്വത്തിൽ വന്നില്ല. പക്ഷെ ഇവർ വന്നു. ഉടക്കുണ്ടാക്കാൻ ഇവർ മുന്നിലായിരുന്നു. വിഷയം പറയാനും, ഉടക്കുണ്ടാക്കാനും, കമ്മിറ്റി കൂടാനും, ബഹളം ഉണ്ടാക്കാനും, കൈ തീർത്ത് കയറ്റാനും, അതിനൊക്കെ ഇവർ മോളെ എല്ലാവരുടെയും എല്ലാവർക്കും സംശയമാണ്. വാക്യം വായിച്ചോ. വാക്യമാകുമ്പോൾ പിന്നെ ഉടക്കുണ്ടാക്കുകയല്ലോ. നിങ്ങളും വായിച്ചു മടക്കി വെക്കില്ലേ, മിണ്ടാതിരിക്കുക. അത് മതി. സംഖ്യാപുസ്തകം 16:1 അറിവുള്ള വാക്യമാണ്, എങ്കിലും ഒന്ന് വായിച്ചോ. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനാകുന്ന ഇസഖാരിന്റെ മകനാകുന്ന കോരഹ് രൂബേൻ ഗോത്രത്തിൽ എലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം, പേലേത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെയും കൂട്ടി മോശയോട് മത്സരിച്ചു. ആ പണം കണ്ടോ? രൂബേൻ ഗോത്രത്തിൽ ഓൾറെഡി കോരകൊണ്ട് എന്താ ചരട് പിടിച്ചതെല്ലാം ഈ രൂബേൻ ഗോത്രക്കാരാ. അപ്പൊ രൂബേൻ ഗോത്രത്തിൽ ആരൊക്കെയാ? രൂബേൻ ഗോത്രത്തിൽ എലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം. പേരുമൊക്കെ ഏതാണ്ട് പ്രശ്നക്കാരുടെ പേരാ. എന്തോ ദാദായ. സഭയ്ക്കകത്തല്ല ഇപ്പം ദാദാമാരുണ്ട്. മിക്ക സഭയിലും പാസ്റ്റർമാരൊക്കെ പേടിച്ച് വിറച്ചായിരിക്കുന്നത് ദാദായുണ്ട്. അതിൽ വരുമ്പോഴേ പറയും, പാസ്റ്ററെ പിന്നെ അച്ചായനോട് ഒന്നും പറഞ്ഞേക്കരുത്, പുള്ളി എന്ത് പറഞ്ഞാലും അങ്ങ് ശിരസ നോക്കൊന്ന് പറയും. ഉടനെ അടുത്തതാ, പുള്ളി വെറും ക്ഷിപ്രകോപിയാ. പുള്ളി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ ക്ഷിപ്രകോപി എന്ന ഒരു പ്രശ്നമുണ്ടായി. ഐ ജിയുടെ എടുക്കുക ചെല്ലുക. നമ്മൾ ഐ ജിയോട് പറയാം, ഐ ജി പുള്ളി ക്ഷിപ്രകോപിയാ കേട്ടോ. ഒന്നും നീ വലിയ കോപിക്കുന്ന ആളാണ്, അവിടെ ഒന്ന് കോപിച്ചേ. എല്ലാവർക്കും ഒരു പിന്നെ ആകെ കൂടെ വഴക്കുണ്ടാക്കുന്നത് സഭയെ വന്നും പാവത്തം കിടക്കല്ലോ നിന്റെ ഗുണ്ടായുസം. ഞങ്ങളുടെ നാട്ടിലൊരു നാടൻ ഭാഷയുണ്ട്, അത് അത്ര ശരി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. നീ ചോരയുള്ള നായരെ ഇതുവരെ കണ്ടിട്ടില്ല. സഭകളിലൊക്കെ 5-6 കുടുംബവും പാവത്തങ്ങളുടെ സഹോദരിമാരും
2-3 അവരുടെ മുന്നിൽ വലിയ ആള് കളിക്കുക. അപ്പോൾ ഈ ദാഥാനെ, അബീരാം, ബേലത്തിന്റെ മക്കൾ ഇവരെല്ലാം കൂടെ ഇവര് രൂബേൻ ഗോത്രക്കാരാ. രൂബേൻ ഗോത്രത്തിൽ, അങ്ങനല്ലേ നമ്മളെ ഒന്നുകൂടെ വായിച്ച? രൂബേൻ ഗോത്രത്തിൽ എലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം, പേലേത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇവര് ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘ സദസ്യന്മാരുമാകുന്ന 250 പുരുഷന്മാരെ കൂട്ടി. അപ്പൊ ഇവരാ ഇതിന്റെ ചരട് വലിച്ചത്, രൂബേൻ ഗോത്രക്കാർ. ഇവരെ എല്ലാം കൂടെ കൂട്ടി വെച്ച് മോശയ്ക്കും അഹരോനും വിരോധമായി പ്രശ്നം. ഞാൻ ഇനി ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. അപ്പം ആത്മീക നേതൃത്വത്തിൽ ഒരെണ്ണം വന്നില്ല. പിന്നെ വന്നത് സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ രൂബേൻ ഗോത്രക്കാർ. ചിലരെ പറ്റി എന്നോടും പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടുകാർ വന്ന കാലം മുതലേ മിണ്ടുന്നില്ല. ചില സഭകളിൽ പ്രശ്നം, അയ്യോ അവർ വന്ന ആ അവരുടെ വല്യപ്പനും ഇത് തന്നെ ആയിരുന്നു, അവരുടെ മോനും ഇത് തന്നെ, കൊച്ചുമോനും. ഈ ഒരു കുടുംബമാണ് വന്ന കാലം മുതൽ എന്നെ ഇങ്ങനെ വല്ലാതൊക്കെ. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന, പിന്നെ എൻ്റെ ശൈലി പറയാനെന്നേ ഉള്ളൂ. അപ്പൊ ഇവര് ഈ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ മുന്നില്ല. ഇനി മാത്രമല്ല, മറ്റുള്ളവന്റെ പ്രത്യാശയും യാത്രയ്ക്ക് തടസ്സവുമാ. വേറൊരു വാക്യം വായിച്ചേ മോളെ, എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. സംഖ്യാപുസ്തകം 32:1 മുതൽ വായിച്ചേ. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അടുത്തത് അവർ യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട്. അപ്പൊ കാഴ്ചപ്പാടും തെറ്റി നിൽക്കുക. യസേർ ദേശവും ഗിലെയാദ് ദേശവും ആരാധനയ്ക്ക് കൊള്ളാവുന്ന ദേശമെന്നല്ല, പിന്നെയോ ആടുമാടുകൾക്ക് കൊള്ളാവുന്ന ദേശമെന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അപ്പൊ ഈ രൂബേൻ ഗോത്രക്കാർ വന്ന് സംസാരിക്കുക. അടുത്ത വാക്യം, അദാരോത്ത്, ദീബോൻ, യസോർ, നിമ്ര, ഹെഷ്ബോൻ, എലയാലെ, സെബാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. ഇപ്പൊ ഇഷ്ടം പോലായി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അധികമില്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. ഇപ്പൊ ഏതാണ്ട് 10-35 കൊല്ലം കൊണ്ട് ഇഷ്ടം പോലെ ആടായി മാടായി എല്ലാം ആയി. ചെല്ലുപരത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു പുതപ്പേ ഉള്ളായിരുന്നു, ഇപ്പൊ പുതപ്പിന്റെ കമ്പനിയായി. നല്ല കാര്യം. വന്ന കാലത്ത് ഒരു കുറ്റി സൈക്കിൾ മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പൊ 2 വണ്ടി പുതപ്പിച്ചിട്ടേക്കുന്നു, ഒന്ന് വല്ലപ്പോഴും എരപ്പിക്കുന്നു, ഒന്ന് ഓട്ടം വിട്ടേക്കുന്നു. ഇറങ്ങി വന്ന കാലത്ത് ഒരു ചെറിയ മുറിക്കകത്താണ് താമസിച്ചത്, വാടകയ്ക്ക്. ഇപ്പം കൊട്ടാരക്കരയിലൊരു വീട്, എറണാകുളത്ത് ഫ്ലാറ്റ് വേറെ, പിന്നെ വേറെ സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ നന്മകളായി. ഞാനെപ്പോഴും പറയും, പണ്ട് പേർഷ്യയിലൊക്കെ പോകുന്നവർ നമുക്ക് അവർ വന്നു കഴിയുമ്പം സന്തോഷത്തോടെ ഒരു സോപ്പ് തരും കുളിക്കാൻ. എന്ത് ചെയ്താൽ നമ്മൾ അതുകൊണ്ട് കുളിക്കുകയില്ല, അതെടുത്ത് തുണിയുടെ ഇടയിൽ എടുത്ത് വെക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുണിയും സോപ്പും എടുത്ത് ഇപ്പോഴല്ല, പണ്ട്. ഇപ്പൊ കൃപയാലെ പിള്ളേർ ഇഷ്ടം പോലെ സോപ്പ് കൊണ്ടുവന്ന്, ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, സോപ്പ് തന്നെ ആണോ എല്ലാം അലമാരക്കകത്ത് കൊണ്ടുവച്ചിരിക്കും. പക്ഷെ ഇപ്പൊ കുളിക്കുകയില്ല. ഞായറാഴ്ച പോലും പലതും കുളിക്കാതെ വരുന്നു, പിന്നെ അടിച്ചേ ചിഞ്ഞു വരിക. ഒരിക്കലും റോഡിൽ കൂടെ നടന്നു പോയപ്പോൾ 2 സ്ത്രീകൾ ഉറക്കെ സംസാരിക്കുന്നുകൊണ്ട് നടന്നു പോയപ്പോൾ കേട്ടു. മറ്റേ സ്ത്രീ പറഞ്ഞു, ഒത്തിരി നാൾ കൂടിയിരുന്നു ഞാൻ ഇന്നലെ തല കഴുകിയെന്ന്. ഒത്തിരി നാൾ കൂടിയിരുന്നു ഇന്നലെ ഒന്ന്. അപ്പം മറ്റവർ ചോദിച്ചു, എന്നെ വയ്യാഴി, കുഴപ്പമൊന്നുമില്ല. ഓ, അങ്ങനെ എപ്പോഴും തലയൊന്നും അസുഖമാണേ നമുക്ക് മനസ്സിലാകും. വയ്യാഴിയോ കൊണ്ട് വയ്യാഴിയോ ഒന്നുമില്ല, മെനക്കേടാ.
ആ കാര്യത്തിൽ ഹൈന്ദവരെ ബഹുമാനിക്കണം. അവർ കുളിക്കാതെ ക്ഷേത്രത്തിൽ പോകുകയല്ല, കുളിക്കാതെ ആ രീതിയിലുള്ള നല്ല ചിട്ടകളുണ്ട്. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പൊ ഇവര് രൂപേന്യരുടെ നേതൃത്വത്തിൽ അക്കരയ്ക്ക് പോകുന്നില്ല. അതുകൊണ്ട് ആ 106-ാം സങ്കീർത്തനത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഒരു പദം വന്നിട്ടുണ്ട്. വായിച്ചേ, സങ്കീർത്തനം 106-ന്റെ 24. അപ്പോൾ ഒന്ന് വായിച്ചേരും മോളെ. അവൻ മനോഹര ദേശത്തെ അവർ മനോഹര ദേശത്തെ നിരസിച്ചു. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. അതിന്റെ നേതൃത്വം വഹിച്ചത് രൂപേന്യ ഗോത്രക്കാര്. നിങ്ങളെ ഞാൻ പരിഗണിക്കാഴിയല്ല കേട്ടോ. സ്തോത്രം. എനിക്ക് തോന്നുന്നു നിങ്ങളൂടെ കസാരയിൽ ഇങ്ങോട്ടിരിക്കുകയാണെന്ന് ഒരു സന്തോഷമാണ്. ഇരിക്കാമോ? അപ്പോൾ അവർ രണ്ടുപേരോടെ മൂലക്കരിക്കുന്നത് എനിക്കൊരു സങ്കടം. ഈ കസാര എടുത്തു, അവിടെ ഇല്ലെന്ന് വന്നു. ഇതുകൂടെ എടുത്തു. ഭാഷ ഉണ്ടോ? ഇല്ല, ഫ്രണ്ടിൽ ഇരിക്കും. നിങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കണം. പിന്നെ എന്നാ ഭാഷേ ഇങ്ങോട്ടിരിക്കും, ഞാനെടുത്തു തരാം. ഇതാ നല്ലത്. നിങ്ങൾ കൊച്ചുമോനും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നതായിരുന്നു നല്ലത്. ഇനിയിപ്പം അതാ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവർ മനോഹര ദേശത്തെ നിരസിച്ചു. അപ്പൊ ഈ മനോഹര ദേശത്തെ നിരസിക്കാൻ ചുക്കാൻ പിടിച്ചത് രൂപൻ ഗോത്രക്കാരാ. ദേശം നല്ല ദേശമാണ്, മനോഹര ദേശം. ഒരു വാക്യം വായിച്ചേ മോളെ. ആവർത്തന പുസ്തകം 8:7, ആവർത്തനം 11:10, 10:11, 106-ാം സങ്കീർത്തനത്തിന്റെ ഇപ്പം വായിച്ച 24, പുറപ്പാട് പുസ്തകം 3:7-8 എല്ലാം വായിക്കണ്ട. ആവർത്തനം 8:7 വായിരും. നിന്റെ ദൈവമായ യഹോവ നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് നിന്നില്ല, സന്തോഷത്തോടെ വായിച്ചതാ. വായിച്ചു, ഒന്നുകൂടെ വായിച്ചു. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അടുത്തത്, അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. പിന്നെ ഗോതമ്പും യവവും മുന്തിരിയും അത്തിയും മാതളപ്പഴവുമുള്ള ദേശം. പിന്നെ ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം. അപ്പൊ 7 കൂട്ടം സാധനം: ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, എല്ലാം ഒന്നുകൊന്നൊക്കെ മെച്ചവാ. നമുക്കിവിടെ കിട്ടുന്ന മുന്തിരിയൊന്നുമല്ല, എല്ലാം വിഷമടിച്ചായി വരുന്നത്. ഞങ്ങൾ വല്ലപ്പോഴും മേടിക്കും. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മേടിക്കുമ്പോൾ ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും സ്നാനപ്പെടുത്തിയേക്കണം. അങ്ങനെയൊക്കെ നോക്കുകയുള്ളൂ. ചില വിദ്വാന്മാർ അവിടെ ചെന്ന് ഉടനെ തന്നെ എടുത്ത് അവിടുന്ന് കടിക്കുക. ഇത് മുഴുവൻ വിഷമടിച്ച് വെച്ചേക്കുക. അവിടെ ചോദിക്കാം മധുരം ഉണ്ടോ എന്ന് നോക്കട്ടെന്ന്. മുഴുവൻ വിഷമാണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടുന്നതെല്ലാം വിഷമാണ്. പക്ഷെ ഇവിടുത്തെ മുന്തിരി നല്ല ശ്രേഷ്ഠമേറ. 2 പേര് ചേർന്നല്ലേ, യോ സ്തോത്രം. അത്തിവൃക്ഷം തളിർത്തു, നല്ല പച്ചക്കായ്കൾ തരുന്നു. അത്തിവൃക്ഷം തളിർത്തു, നല്ല പച്ചക്കായ്കൾ തരുന്നു. മുന്തിരിയിളം കുലകൾ സൗരഭ്യം തൂകിടുന്നു. മുന്തിരിയിളം കുലകൾ സൗരഭ്യം തൂകിടുന്നു. അത്തിവൃക്ഷം തളിർത്തു, നല്ല പച്ചക്കായ്കൾ തരുന്നു. അത്തിവൃക്ഷം തളിർത്തു, നല്ല പച്ചക്കായ്കൾ തരുന്നു. മുന്തിരിയിളം കുലകൾ സൗരഭ്യം തൂകിടുന്നു. മുന്തിരിയിളം കുലകൾ സൗരഭ്യം തൂകിടുന്നു. പാട്ടുപാടുന്ന കാലം
വന്നിരിക്കുന്നു പക്ഷികൾക്ക് പാട്ടുപാടുന്ന കാലം. വന്നിരിക്കുന്നു പക്ഷികൾക്ക് കാട്ടുപ്രാവിൻ ശബ്ദം നമ്മുടെ ദേശത്ത് കേൾക്കുന്നിതാ. കാട്ടുപ്രാവിൻ ശബ്ദം നമ്മുടെ ദേശത്ത് കേൾക്കുന്നിതാ. അത്തിവൃക്ഷം തളിർത്തു നല്ല പച്ചക്കായ്കൾ തരുന്നു. അത്തിവൃക്ഷം തളിർത്തു നല്ല പച്ചക്കായ്കൾ തരുന്നു. മുന്തിരിയിളം കുലകൾ സൗരഭ്യം തൂകിടുന്നു. മുന്തിരിയിളം കുലകൾ സൗരഭ്യം തൂകിടുന്നു. സിയോൻ സഞ്ചാരികളെ നിങ്ങൾ അത്തിയൊക്കെ കഴിച്ചാൽ അറിയാം. നിങ്ങൾക്കറിയാം വചനത്തിൽ നിന്ന് ഒരു തെളിവ്, എല്ലാ ഭാഗവും എടുക്കുന്നതിൽ ഒരു തെളിവ്. ദാവീദ് ശത്രുക്കളുമായിട്ട് യുദ്ധത്തിന് പോയപ്പോൾ അമാലേക്കർ വന്ന് സിക്ലാഗ് തീയിട്ട് ചുട്ടു. ദാവീദിൻ്റെ ഭാര്യമാരെയും പിള്ളേരെയും എല്ലാം പിടിച്ചുകൊണ്ട് പോയി. ഭയങ്കര പ്രശ്നം, കോളുകളൊക്കെ നടക്കുക. ദാവീദ് തിരിച്ചു വന്നപ്പോൾ ഇത് മുഴുവൻ പ്രശ്നമായി. പട്ടണമെല്ലാം തീയിട്ട് ആകെ വെണ്ണീറാക്കി. ജനമെല്ലാം ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഒരുങ്ങി. അവിടെ ഒരു ഭാഗമുണ്ട്, ദാവീദോ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. എന്നിട്ട് ദാവീദ് അബിയാഥാർ പുരോഹിതനോട് പറഞ്ഞു ഏഫോദ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഏഫോദ് കൊണ്ടുവന്നപ്പോൾ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവേ ആ പരീക്ഷയുടെ പുറകെ പോണോ? അപ്പം ദൈവം പറഞ്ഞു പുറപ്പെട്ടോ പൊക്കോ, നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അങ്ങനെ ദാവീദ് ഒരു 600 പേരല്ലേ ഡേവിഡ് പാസ്റ്റർ, 600 പേരാന്ന് തോന്നുന്നു. ഈ 600 പേരെയും കൂട്ടിക്കൊണ്ട് ഇവരുടെ പുറകെ പോയി. അങ്ങനെ ഇവർ പുറകെ ചെന്നപ്പോൾ ബെസോർ തോട്ടി വന്നപ്പോൾ ഏതാണ്ട് 400 പേര്, 400 200 ആ വാക്യം ഒന്ന് വായിച്ചേ മോളെ, എനിക്കൊരു ചെറിയ ഡൗട്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യം വായിച്ചേ. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേര്. അപ്പൊ 600 എല്ലാം ചിലപ്പോൾ ഓർത്തിരിക്കുകയല്ല, അതുകൊണ്ടാണ്. അപ്പൊ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബെസോർ തോട്ടിങ്കൽ എത്തി. ബെസോർ തോട്ടിങ്കൽ, ശ്രദ്ധിക്കണേ, ബെസോർ തോട്ടിങ്കലെത്തി. തോടിന്റെ അവിടെ. പിന്നെ ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പിറകിൽ താമസിച്ചു. 200 പേര് പിറകിൽ താമസിച്ചു. അപ്പം 600 പേര് വന്നതിൽ 200 അവിടെ താമസിച്ചു. 400 എണ്ണം ദാവീദിന്റെ കൂടെ. ഇവർക്ക് തോട് കടക്കാൻ വയ്യ, അങ്ങനല്ലേ മോളെ? ബെസോർ തോട് കടപ്പാൻ കഴിയാതെ. നിർത്തിക്കേ എന്നെ എല്ലാവരും ഇറങ്ങി പോകുന്നു, ഉച്ചവും പോകുന്നു മാഷ്. അപ്പൊ ഈ 600 പേര് ഇങ്ങോട്ട് വന്നു. 200 പേര് തോട് കിടക്കാൻ മേല. ഇതിനകത്തൊരു ആത്മീയാർത്ഥമുണ്ട്. ക്ഷീണിച്ചു. ഇവരോട് ചോദിച്ചാൽ ഇവര് വലിയ ഗീർവാണമൊക്കെ പറയും. എന്തുവാ പറഞ്ഞത്? ഞങ്ങള് കുക്കുസായിപ്പൻ്റെ കാലത്ത് ചെങ്കടൽ കടന്നതാണ്. ഉണ്ണുണ്ണി സാറിൻ്റെ കാലത്ത് ഞങ്ങൾ യോർദാൻ. നിങ്ങൾക്കൊന്നും അറിയാൻ മേല. പെന്തിക്കോസിൻ്റെ ഈറ്റിലും ആണ് കൊട്ടാരക്കര, വിശേഷിച്ച് തൃക്കണ്ണമംഗല, വിശേഷിച്ച് പുലമൺ ജംഗ്ഷൻ, കൊട്ടാരക്കര, വേലങ്ങറ, ഉമ്മന്നൂര്, ഇല്ലേ, വാപ്പാല,
നെല്ലിക്കുന്നം, ഓടനാവട്ടം, പൂയപ്പള്ളി. എന്നെ എല്ലാവരും സ്തംഭിച്ചിരിക്കുന്നു. അപ്പൊ ഇവര് പഴയ വീരസ്യമൊക്കെ ഇറക്കും. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ചെങ്കടൽ കടന്നപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു, അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു യോർദാൻ കടന്നപ്പോൾ. ഈ പഴയ ഗീർവാണമൊക്കെ അടിച്ചിപ്പോ കയറിയിരിക്കുക. ഇപ്പത്തെ ചെറിയ തോട് കിടക്കാൻ മേല. അല്ല, നമ്മളൊന്ന് ശോധന ചെയ്തേ നമ്മളെ. ചിലര് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതൽ പാരമ്പര്യം പെന്തിക്കോസുകാരാ പറഞ്ഞത്. ചില കേട്ട് ഞങ്ങൾ 5ാം തലമുറയാണ്, 4ാം തലമുറയാണ് പെന്തിക്കോസിലെ. ഈ കണക്കിന് ഒരു 300 കൊല്ലം മുമ്പ് യുവമാരൊക്കെ വന്നിരുന്നെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ ഇവിടെ വെച്ചേക്കുകയല്ലേ. ഇപ്പൊ തന്നെ ഇളക്കവാ പലരും. ആരംഭത്തിൽ ഇറങ്ങിയവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, അഭിനന്ദിക്കുന്നു. പക്ഷേ പഴയ വകുപ്പ് പറയുന്നതല്ലാതെ ഇപ്പൊ ഒരു കൈത്തോട് ചാടിക്കിടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ പിന്നെ ആകെ കൂടെ പഴയ യോർദാൻ കടന്നതിൻ്റെ ഒരു ഫോട്ടോ അവിടെ ഷോക്കേസ് വെച്ചിട്ടുണ്ട്. ചെങ്കടൽ കടന്നതിൻ്റെ പക്ഷെ ഇപ്പൊ വന്ന് ഒരു ചെറിയ തോട് കിടക്കാൻ മേല. പർവ്വതസമമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ MLA കാണാൻ പോയില്ല, MP കാണാൻ പോയില്ല, വാർഡ് മെമ്പറേയും കാണാൻ പോയില്ല, മന്ത്രിയുടെ അടുക്കം പോയില്ല, തന്ത്രിയുടെ അടുക്കലും പോയില്ല. അവൻ മുഴങ്കാലും മേലിരുന്ന് പ്രാർത്ഥിച്ചവരാ. ഇപ്പോൾ ഒരു ചെറിയ വിഷയം വരുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയവും ദൈവാശ്രയ ബോധമെല്ലാം പലരുടെയും നഷ്ടപ്പെട്ടു. ഉള്ള കാര്യമായി പറയാൻ ഒരു ചെറിയ കൈത്തോട് ഇപ്പൊ ചാടിക്കിടക്കാൻ മേല, ബസോർ തോട്. അപ്പം ബസോർ തോട്ട് വന്നപ്പോൾ 200 പേര് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഇടയ്ക്കൊരു അലോരസ്യം വേണ്ടെന്ന് ഓർത്ത് ദാവീദ് പറഞ്ഞാട്ടെ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിയില്ല. 400 പേരുമായിട്ട് ഇവർ മുന്നോട്ട് പോയി. അങ്ങനെ ഇവർ മുന്നോട്ട് പോയപ്പോൾ വയലിൽ വെച്ച് ഒരു മനുഷ്യനെ കണ്ടു. വയലിൽ എന്നുള്ളത് നമ്മുടെ വയലിൽ യോനാച്ചൻ്റെ കാര്യമല്ല. വയലിൽ വെച്ചൊരു മനുഷ്യനെ കണ്ട്. അവന് ക്ഷീണിതനും രോഗിയൊക്കെയാ. ഇവനെ പൊക്കിയെടുത്ത്, എൻ്റെ ഭാഷയാ, പൊക്കിയെടുത്ത് ദാവീദിൻ്റെ അടുക്ക കൊണ്ടുവന്നു. അപ്പൊ ദാവീദ് ചോദിച്ചു നീ ആരാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഞാനൊരു മിസ്രയീമ്യനാ, ഞാനൊരു അമാല്യകന്റെ ഭൃത്യനാ. 3 ദിവസം മുമ്പ് എനിക്ക് രോഗം വന്നപ്പോൾ, ക്ഷീണം വന്നപ്പോൾ എൻ്റെ യജമാനൻ എന്നെ ഇവിടെ ഇട്ടുവെച്ച് പോയി. മോളെ ആ 13ാം വാക്യം വായിച്ചേ. 13. ദാവീദ് അവനോട് നീ ആരുടെ ആൾ? ദാവീദ് അവനോട് നീ ആരുടെ ആൾ? എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് ഞാനൊരു മിസ്രൈമ്യ ബാല്യക്കാരൻ. അപ്പൊ ചോദിച്ചു നീ IPC ആണോ, ചർച്ച് കോഡാണോ, അസംബ്ലീസ് കോഡാണോ, ഷാരോനാണോ, TP അറിഞ്ഞേച്ച് വേണ്ടായോ? അതോ സ്വതന്ത്ര പെന്തിക്കോസാണോ, അതോ തങ്കുവിൻ്റെ അവിടെ ആണോ, താരുവിൻ്റെ അവിടെ ആണോ, ടിനുവിൻ്റെ അവിടെ ആണോ? ഒന്ന് കാര്യം പറയാം. എല്ലാവർക്കും പിന്നെ ഇവരും കാര്യം അറിയണ്ടേ. അപ്പൊ ഇവൻ പറഞ്ഞു ഞാനൊരു മിസ്രൈമിയ ബാല്യക്കാരൻ, മിസ്രൈമനാ. എന്റെ ഭാഷ പറഞ്ഞാ ഞാന് രക്ഷിക്കപ്പെട്ടവനൊന്നുമല്ല, ഒരു മിസ്രൈമിയ ബാല്യക്കാരനാ. ഞാനൊരു മിസ്രൈമ ബാല്യക്കാരൻ, ഒരു അമാല്യകന്റെ ഭൃത്യനാ. 3 ദിവസം മുമ്പ് എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനനെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി PYPയിലെ സഹോദരന്മാര്, കൊച്ചു സഹോദരിമാര്, അല്ല PYP അംഗങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് എഴുന്നേറ്റ് വന്നേ. PYPക്കാരെല്ലാം ഒന്ന് എഴുന്നേറ്റ്. ആരുമില്ലേ ഇപ്പൊ? എടാ നീ PYPയിലല്ലേ? എഴുന്നേ മക്കളെ, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കാണാനാ PYPക്കാർ. അവരുടെ ഫോട്ടോ കൊടുക്കും, എല്ലാവരും ലോകം മുഴുവൻ കാണട്ടെ. ബേർഷേബയിലെ PYPക്കാർ. എന്നെ മോളെ സംശയം. നിങ്ങളെ ക്ഷമാപണത്തോടെ പറയാ, ഒരു 3 മിനിറ്റ് നിന്ന് തരണം. ഒന്നും ചെയ്യാനല്ല. പിള്ളേർ പേടിച്ചിരിക്കാതെ ഇയാൾ ഒന്നാതെ ബോധമില്ലാത്തവനാ, ഇനി എന്നാ നടക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ വാക്യം ശ്രദ്ധിച്ചോ? ഇത് PYP കൂടെ ചേർന്നുള്ള യോഗമല്ലേ? അപ്പോൾ
ഈ യൗവനക്കാരനാകുന്ന മിസ്രയീമ്യൻ ഇവന്റെ ആയുസ് മുഴുവൻ അമാലേക്കിനെ സേവിച്ചവനാ. പക്ഷേ ഇവന് ദീനം വന്നപ്പോൾ ഇവന്റെ യജമാനൻ ഇവനെ വഴിയിലിട്ടേച്ച് പോയി. എൻ്റെ കുഞ്ഞുങ്ങളെ, കൊച്ചു സഹോദരന്മാരെ, കൊച്ചു സഹോദരിമാരെ, മക്കളെ, ദൈവദാസൻ എന്നുള്ള നിലയിൽ വചനത്തിൽ നിന്ന് പറയാം, ലോകത്തിൻ്റെ പുറകെ പോയാൽ, ലോകമോഹത്തിൻ്റെ പുറകെ പോയാൽ, പാർട്ടിയുടെ പുറകെ പോയാൽ, മറ്റ് പലതിൻ്റെയും പുറകെ പോയാൽ, അവർക്ക് നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ, ജ്ഞാനമുള്ളപ്പോൾ, ബലമുള്ളപ്പോൾ, അല്ല ഒന്നുകൂടെ തെളിച്ച് പോയി, ഇൻകിലാബ് വിളിക്കാൻ, മുഷ്ടി ചുരുട്ടാൻ നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ നിങ്ങളെ മതി. അതെല്ലായിടത്തും അങ്ങനെ മതി. തല്ലുണ്ടാക്കാനും തമ്മിത്തൊല്ലുണ്ടാക്കാനും മെയിൻ ആൾക്കാരും ഓഫീസിൽ ഇരിക്കത്തേ ഉള്ളൂ. സ്തോത്രം. ലോകമോഹം അനുസരിച്ച് ലോകത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ പോകത്തില്ലെന്നറിയാൻ പോകുന്ന പിള്ളേരും അല്ലെങ്കിലും പറയുക, അതിനു വേണ്ടിയൊക്കെ പോയാൽ നിങ്ങൾക്കൊരു ദീനം വന്നാൽ, ക്ഷീണം വന്നാൽ, പ്രയാസം വന്നാൽ അവൻ നിങ്ങളെ വഴിയിലിട്ട് വെച്ച് പോകും. എന്നാൽ മറുവശം നിങ്ങളുടെ യൗവനത്തിലെ, ചെറുപ്പത്തിലെ അവൻ നല്ല കർത്താവാകുന്ന യേശുവിനെ സ്നേഹിച്ചാൽ, യേശുവിനെ സേവിച്ചാൽ, യേശുവിന് വേണ്ടി നിന്നാൽ, യേശുവിൻ്റെ പടയാളിയായാൽ, കർത്താവ് വരാൻ താമസിച്ചാൽ, നിങ്ങൾക്ക് പ്രായമായാലും ക്ഷീണം വന്നാലും അതേ രോഗം വന്നാലും നിങ്ങളെ വഴിയിലിട്ട് വെച്ച് പോകത്തില്ല. ഹല്ലേലൂയ. നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കൊച്ചു സഹോദരന്മാരോട് പറയാ, യേശുവിനെ ശുശ്രൂഷിച്ചോണം, യേശുവിന് വേണ്ടി നിന്നോണം, യേശുവിന്റെ പടയാളികളാകണം, യേശുവിന്റെ സാക്ഷ്യം വഹിക്കണം, കർത്താവിന് വേണ്ടി ധീരയോദ്ധാക്കളായി നിൽക്കണം. ഇരുന്നാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇവൻ പറയാ, ഞാനൊരു മിസ്രയീമ ബാല്യക്കാരനാ, ഇക്കാലം മുഴുവൻ ഞാൻ അമാലേക്കിനെ സേവിച്ചു. 3 ദിവസം മുമ്പ് എനിക്ക് ദീനം വന്നപ്പോൾ ഞാൻ ഇതുവരെ സേവിച്ച് അവൻ എന്നെ വഴിയിലിട്ടേച്ച്. പക്ഷേ കർത്താവ് നിന്നെ വഴിയിലിടുകയില്ല. കർത്താവിൻ്റെ വചനം ദീനത്തിൽ കിടക്ക മാറ്റി വിരിക്കും, വാർദ്ധക്യത്തിലും നിന്നെ സംരക്ഷിക്കും, ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന് അതുകൊണ്ട് നമ്മുടെ ആയുസ്സും ആരോഗ്യവും അവസരമെല്ലാം കർത്താവിന് വേണ്ടിയായിരിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവന് വളരെ ക്ഷീണിതനാ. 1 രോഗി, 2 ക്ഷീണിതൻ, ഇപ്പൊ അനാഥൻ, 3 മരിക്കാറായി, പരിവക്കേടായി. ഈ സന്ദർഭത്തിലാണ് ഇവർ വന്ന് 200 പേര് തോടിൻ്റെ അവിടെ തങ്ങി 400 പേരുമായിട്ട് പോയപ്പോൾ ഇവനെ കണ്ടത്. അവനെ കണ്ട് ഇവര് പൊക്കിയെടുത്തു. ഇനി മോളെ 11ാമത്തെ വാക്യം വായിച്ചേ. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമ്യനെ കണ്ട്. അപ്പൊ നിർത്തിക്കേ, വയലിൽ വെച്ച് ഇവനെ കണ്ടു. അവനെ ദാവീദിന്റെ അടുക്ക കൊണ്ടുചെന്നപ്പം ദാവീദ് പറഞ്ഞാൽ 13ാം വാക്യം. ഇനി കണ്ട കാര്യം ഒന്നുകൂടെ. വയലിൽ വെച്ചൊരു മിസ്രയീമ്യനെ ഒരുത്തനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അടുത്ത അപ്പം കൊടുത്തു. അപ്പൊ ശ്രദ്ധിച്ചേ, 1 ഇവൻ രോഗിയാ, 2 ക്ഷീണനാ, 3 ഒറ്റയ്ക്ക് കിടക്കുക, അനാഥനാ, ആരുമില്ല, എല്ലാവരും ഉപേക്ഷിച്ച് കൈവിട്ടു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവൻ, രോഗി, യജമാനൻ തള്ളിക്കളഞ്ഞവൻ, ആരോരുമില്ല, മിസ്രയീമിനുമാ. ഇവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്ക കൊണ്ടുവന്ന ഉടനെ കാര്യമൊക്കെ ചോദിച്ചു. ദാവീദ് ഇവന് 4 കൂട്ടം സാധനമാണ് കൊടുത്തത്. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ മോളെ. ദാവീദ് ആദ്യം അവന് അപ്പം കൊടുത്തു. അപ്പം അവൻ തിന്നു. ഓർഡറാ. ആദ്യം അപ്പം കൊടുത്തു, പിന്നെ കുടിപ്പാൻ വെള്ളം കൊടുത്തു, പിന്നെ അവർ അവന് ഒരു കഷ്ണം അത്തി അടയും 2 ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. ഇങ്ങോട്ട് നോക്കിയാ മോളെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ആദ്യം അപ്പം കൊടുത്തു, പിന്നെ വെള്ളം. ഓർഡർ ഉണ്ട് കേട്ടോ. ഞാൻ വ്യാഖ്യാന ശാസ്ത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. ആദ്യം അപ്പം, പിന്നെ വെള്ളം, പിന്നെ അത്തിയട, പിന്നെ 2 ഉണക്കമുന്തിരിക്കുല. ഇങ്ങോട്ട് നോക്കിയേ. അപ്പം കഴിച്ചാൽ അറിയാമല്ലോ, ജീവന്റെ അപ്പമാ. വെള്ളവും എന്താണെന്നൊക്കെ അറിയാം. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന്. ഉത്തമഗീതത്തിൽ വാക്യമുണ്ട്, മുന്തിരിയട നൽകി എന്നെ ശക്തീകരിക്കണം, നാരങ്ങ തന്നെ തണുപ്പിക്കണം. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ 4 കൂട്ട സാധനം, അപ്പം, വെള്ളം, അത്തി രോഗശാന്തിയെ കാണിക്കുന്നതാ. യശയ്യാവ് 38 അത്തിപ്പടക്കട്ട കൊണ്ട് പുരട്ടിയപ്പോൾ സൗഖ്യമായി. അപ്പം
അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, അത്തി കൊടുത്തു, ഉണക്കമുന്തിരിക്കോലയും കൊടുത്തു. ഈ 4 കൂട്ടം സാധനം ഇവൻ കഴിച്ചു കുടിച്ചപ്പോൾ അടുത്ത പദം ഒന്ന് വായിച്ചേ. അത് തിന്നപ്പോൾ അവന് ഉയിര് വീണു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കും നിങ്ങൾക്കും ഉയിരുണ്ടാക്കുന്ന സാധനങ്ങളാ കനാനിൽ. അതാണ് രൂപേൻ ഗോത്രക്കാർ നിരസിച്ചത്. അതാ ഇവര് നിരസിച്ചത്. അപ്പൊ ഈ രൂപേൻ ഗോത്രത്തിൽ ഒരെണ്ണം ആത്മീക നേതൃത്വത്തിൽ വന്നില്ല. ആത്മീക വിഷയത്തിൽ ഇവർക്ക് താല്പര്യവും ഇല്ല. ദൈവത്തിന് നമുക്ക് ഭാഗം വിട്ടേക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇന്നും നാളെ നിന്ന് പറയും. നിങ്ങൾ ചിലര് ദൈവവചനം ആസ്വദിക്കുന്നതായിട്ടും കാണുന്നത് കൊണ്ട് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ രൂപൻ ഈ ക്രമക്കേട് കാണിച്ചുകൊണ്ട് ഇവന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസഫിന് കൊടുത്തു. അതാണ് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഒന്നുകൂടി നീ ആ വാക്യം വായിച്ചേ മോളെ. ബാക്കി ഭാഗമെല്ലാം അങ്ങ് വിടുക. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അടുത്തത്, അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. അടുത്തത്, ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. ജ്യേഷ്ഠാവകാശം യോസേഫിന് ലഭിച്ചു. യോസേഫിൽ നിന്ന് അത് 2 പിള്ളേർക്ക് കൊടുത്തു. 1-ാം വാക്യം 5-ന്റെ 1-ഉം 2-ഉം. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂപേന്റെ പുത്രന്മാർ, അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് കൊടുത്തു. അപ്പോൾ ഇത് രൂപേന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസേഫിന് കൊടുത്തു. യോസേഫിൽ നിന്ന് അതെടുത്ത് 2 പിള്ളേർക്ക് കൊടുത്തു, മനേശെ, എബ്രഹീം. എന്നിട്ട് അത് എബ്രഹീമിന് ഉറപ്പിച്ചും കൊടുത്തു. ഇനി യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 9. 31-ന്റെ 9 യിരെമ്യാവ്. അവർ കരഞ്ഞും കൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രയീമിന്റെ ആദിജാതൻ. അപ്പോൾ ആദിജാതന്റെ പദവിയിൽ എഫ്രയീമിനെ കൊണ്ടുവന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, 1-ാമത്തവന് കിട്ടിയതാ. അതെടുത്ത് 11-ാമത്തവന് കൊടുത്തു. 11-ൽ അതെടുത്ത് 13-നും 14-നും കൊടുത്തു. 13-ൽ 14-ൽ അതിൽ 14-ന് ഉറപ്പിച്ചും കൊടുത്തു. ഏറ്റവും പുറകിൽ കിടന്നവനെ ഏറ്റവും മുൻപന്തി. ഇതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ അവകാശവും നന്മയും പ്രാപിച്ചവൻ ഇങ്ങനത്തെ ഡയലോഗ് പറയാവൂ? അപ്പൊ മറ്റുള്ളവർ പറഞ്ഞാൽ ആരും പറയരുത്, അഥവാ പറഞ്ഞാൽ അത് ഇത്രയ്ക്കേ ഉള്ളൂ. ഈ ദൈവിക നന്മകളും വിടുതലും രക്ഷാനിർണയം ഒക്കെ പ്രാപിച്ച് ആത്മാവിനെയൊക്കെ പ്രാപിച്ച് തിരുമേശയൊക്കെ എടുക്കുന്ന നമ്മുടെ വായിൽ നിന്ന് ഇത് വരാമോ? എബ്രഹാം ഗോത്രക്കാർ പറയുകയാ, നിന്നെ ഞങ്ങൾ പെരക്കാത്തിട്ട് കത്തിച്ചു കളയും. ഇതുപോലെ ഇവര് വേറെ മുമ്പും ഉണ്ട്. നമ്മളവർക്ക് ഇപ്പോഴാണ്. നേരത്തെ ഇവരുടെ തൊഴിൽ ഇതാ മോളെ. 6-ാം അധ്യായത്തിനൊന്ന് വായിച്ചേ, ന്യായാധിപന്മാർ. ഇത് ഇപ്പോൾ ഉണ്ടായ വിഷയമല്ലേ, ഇവന്മാർ എപ്പോഴും ഇതൊക്കെ തന്നെ. നമ്മളവർക്ക് ഈ പാസ് ഇരുന്നപ്പോഴായി പ്രശ്നം വന്നു. ഇതിന് മുന്നിരുന്ന പാസ് ഇരുന്നപ്പോഴും ഉള്ള കാര്യമായി. ഇപ്പം ചില പറഞ്ഞ അവിടെ ഇന്ന സമയം പ്രശ്നമോ, അയ്യോ ആരാ അവിടെ ഇരിക്കുന്നു, അവിടെ ജോയിക്കുട്ടിയോ, അയ്യോ ഉടനെ കേൾക്കുന്ന ജോയിക്കുട്ടിയുടെ കാലത്തല്ല, ജോർജ് കുട്ടിയുടെ കാലത്തും ഇവരായിരുന്നാലും പ്രശ്നം ഉണ്ടാക്കുന്നു. മോളെ 6-ാം വാക്യം 6-ാം അധ്യായത്തിന് ഒന്ന് വായിച്ച മോളെ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനി 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കണം. 8-ന്റെ 1. എന്നാൽ എഫ്രയീമർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ സംഗതി എന്ത്? ശ്രദ്ധിച്ചേ, ഇവര് 6-ാം അധ്യായത്തിലും പ്രശ്നം ഉണ്ടാക്കിയവരാ. നമ്മളോർക്ക് ഇപ്പൊ പുതിയ പ്രശ്നം വന്നല്ല, ഇത് നേരത്തെ മുതലേ ഉള്ളതാ. 6-ാം അധ്യായത്തിൽ പ്രശ്നം എന്റെ ഭാഷ പറഞ്ഞ ഗിദയോൻ പാസ്റ്ററോടാ. 6-ാം അധ്യായത്തിൽ പാസ്റ്റർ ഗിദയോൻ. പിന്നെ എൻ്റെ ഭാഷ പറഞ്ഞാൽ ഗിദയോൻ്റെ ഇടയ്ക്ക് ഇവർ പ്രശ്നമായിട്ട് ഒന്നുകൂടെ വായിച്ച മോളെ 6-ന്റെ 1.
ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 8:1. എന്നാൽ എഫ്രൈമർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്? അതിനാ ഞങ്ങളെ വിളിക്കാഞ്ഞ്? ഞാൻ ചോദിക്കട്ടെ, ഇവരെ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോ ഇവരെ വിളിക്കാഞ്ഞ് എന്നാണ്? ന്യായമായ ചോദ്യമാണ്. അല്ല, വിളിച്ചാൽ നീ യുദ്ധത്തിന് പോകുമോ? പോകുകയല്ല. അതിനാ 2 കാരണം. എല്ലാം വചനത്തിൽ നിന്ന് ചോനെ കുഴപ്പമില്ലല്ലോ. വചനത്തിൽ ഇവരുടെ ചോദ്യം എന്നാ, നീ ഞങ്ങളെ എന്തുകൊണ്ട് വിളിച്ചില്ല? എന്തുകൊണ്ട് കത്ത് തന്നില്ല? നോട്ടീസ് തന്നില്ല? വാട്സപ്പിനകത്ത് ഇട്ടില്ല? അല്ല, ഇതൊക്കെ ചെയ്താൽ പോകുമോ? പോകുകയല്ല. അതിനാ 2 കാരണം. നമ്മളെ ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ 5-ാം അധ്യായത്തിന്റെ 14 വായിച്ചേ. എഫ്രൈമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും. മതി, പോകുകയല്ല. എബ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ള എന്ന് പറഞ്ഞാൽ എബ്രയീമിന്റെ വേര് അമാലേക്കിൽ ഇറങ്ങിയിരിക്കുക. ഞാനിത് ബേർഷേബ സഭ ആയതുകൊണ്ടാണ് ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. ഞങ്ങളൊക്കെ നല്ല വചനത്തിൽ നല്ല മര പറഞ്ഞില്ലയോ കൊടി ഇടാൻ പറ്റുമോ? ഇരിക്കുന്ന കണ്ടില്ല, എല്ലാവരും നല്ല തിട്ടമായിട്ട് പുസ്തകം പോലും തുറക്കുന്നില്ല. അത്രയ്ക്ക് എന്നാ തിട്ടമാ? മതി അങ്ങനത്തേക്ക് എല്ലാം അറിയാം. അതുകൊണ്ടാണ്. അപ്പൊ ഇവര് ഗിദെയോൻ പാസ്റ്ററോടും ഇഫ്താഗ് പാസ്റ്ററോടും, ഗിദെയോൻ പാസ്റ്റർ നമ്മുടെ ആള് തന്നെ, പക്ഷെ ഇഫ്താഗ് പാസ്റ്റർ നമ്മുടെ ആള് ഒന്നും അറിയാൻ മേല. ഗിദെയോൻ പാസ്റ്റർ നമ്മുടെ ഒറിജിനൽ സിറിയനാ. ഇഫ്താഗ് പാസ്റ്റർ മാർഗം കൂടി വന്ന ആളാ. ഡേവിഡ് പാസ്റ്റർക്ക് മനസ്സിലാകുന്നില്ലേ? ജോർജ് ചോദിച്ചാ വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, വരണോ? പിന്നെ ഗിദെയോൻ പാസ്റ്റർ ഒറിജിനലാ ഇല്ലേ? എന്നെ ഇപ്പോഴേ വെള്ളം കുടിക്കുന്നു. ഗിദെയോൻ പാസ്റ്റർ ഒറിജിനലാ. ചില പാസ്റ്റർമാരെയൊക്കെ ചെല്ലുമ്പോൾ പുള്ളി നമ്മുടെ ആളാണ്. ആ പുള്ളി അത് മറ്റേ ഒരാളെ പറ്റി ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടാ, നമ്മുടെ പയ്യനാ കയറ്റി വിട്ടാക്കാൻ. അന്നേരം വിളിച്ചവർ പറഞ്ഞു, അവൻ പ്രസംഗിക്കത്തൊന്നില്ല, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കയറി പോട്ടെന്ന്. അപ്പം വേറെ പറഞ്ഞ ഇല്ല, അവനെ വിളിക്കും. അവനെ പ്രസംഗിക്കും, നന്നായിട്ട് പാടും. അയ്യോ, ഇതൊക്കെ ആത്മീക ലോകത്ത് നടക്കുന്നേ. ഞാൻ ഈ പരമാർത്ഥം പറയുന്നത് കാരണം എൻ്റെ ഇത്ര എണ്ണത്തിന് എന്നോ അരിശമാണെന്നറിയോ, കൈ കിട്ടിയാൽ മിക്സിക്കകത്തിട്ട് ജ്യൂസ് ആക്കി അവർ കുടിക്കുകയും വിൽക്കുകയും ചെയ്യും. അനീഷ് കാവാലം ബോട്ടിലിന് 50 രൂപ ഉള്ളതാണ്ട്. അപ്പൊ ഇവര് ഈ ഗിദെയോൻ പാസ്റ്റർ ഇവരുടെ ആളാ. ഇഫ്താഗ് അറിയാമല്ലോ ആരാന്ന്. അതാ പക്ഷെ 2 പേരോട് ഇവര് കൊമ്പാ. അപ്പൊ ഏത് പാസ്റ്റർ വന്നാലും ഇവന്മാര് എന്തേലും അങ്ങ് പറ. ആര് വന്നാലും ഇവര് പ്രശ്ന. ഇവര് ഗിദെയോൻ പാസ്റ്ററോട് പറഞ്ഞു, നീ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്താ? ഉടക്കണ്ട. അപ്പൊ ഗിദെയോൻ പാസ്റ്റർ അല്പം ബുദ്ധിയുള്ളവനാ. അവൻ ബുദ്ധിയുള്ളവനാ. അവനുടനെ മനസ്സിലായി, എടാ ഇത് പരുവക്കേടാന്നല്ലോ,
അപ്പോൾ അവൻ ഇതൊക്കെ എൻ്റെ ഭാഷ, അവൻ പയ്യെ ഗിദെയോൻ പാസ്റ്ററുടെ ഈ ചന്ദ്രിക ഉണ്ടായിരുന്നു, പുള്ളി പയ്യെ ചന്ദ്രിക പതപ്പിച്ചു. ചന്ദ്രിക നന്നായിട്ട് പതപ്പിച്ച് വെച്ച് ഇവനെല്ലാം നന്നായിട്ട് അടുത്ത വാക്യം വായിച്ചേ മോളെ. അപ്പൊ ഗിദെയോൻ എന്നാ പറഞ്ഞേ? അതിന് അവൻ ഉടനെ ഗിദെയോൻ അവരോട് നിങ്ങളോട് ഒത്തു നോക്കിയ, അയ്യോ എന്റെ അച്ചായ, നിങ്ങളോട് ഒത്തു നോക്കിയാ ഞാൻ ഈ ചെയ്തത്, നിങ്ങളോട് ഒത്തു നോക്കിയാ ഞാൻ ഈ ചെയ്തത്. നിങ്ങൾ എബ്രയീം ഗോത്രക്കാർ കുറഞ്ഞ ആൾക്കാരാണോ? യാക്കോബ് അപ്പച്ച നിങ്ങളുടെ തലയിലല്ലയോ വലങ്കൈ വെച്ചത്? മാത്രമാണോ നിങ്ങൾ കടിച്ചു കീറുന്ന സ്തോത്രം ബെന്യാമീൻ ഗോത്രക്കാരും എബ്രയീം ഗോത്രക്കാരും? കാരണം ഈ എബ്രയീം യോസേപ്പിന്റെ മകനാ, യോസേപ്പിന്റെ അനുജനാ ബെന്യാമീൻ. അപ്പൊ ഇവര് ചേട്ടാനിയന്മാരാ. അവരുടെ അപ്പം കടിച്ചു കീറുന്ന ചെന്നായും അപ്പച്ചന്റെ വലങ്കൈ തലേ. അപ്പൊ നിങ്ങൾ വലിയ പുള്ളിക്കാരല്ലേ? തന്നെ നിങ്ങളുടെ അമ്മച്ചി വലിയ പുള്ളിക്കാരിയായിരുന്നു, റേച്ചൽ ആൻറ്റി. അമ്മാമ സോദരി സമാജത്തിന്റെ പ്രസിഡന്റും ഡിസ്ട്രിക്റ്റിലും മേഖലയിലും ഒക്കെ പൊടിച്ചു മാറിയ അമ്മാമയാ. പക്ഷെ ഒരു ചെറിയ ഗൃഹബിംബം. അപ്പൊ നിങ്ങളോട് ഒത്തു നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? അടുത്ത വാക്യമായിര് അബിയേസറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എബ്രയീമിന്റെ കാല വെറുക്കുകയല്ലയോ നല്ലത്. ഇവൻ നല്ല ചന്ദ്രികയും ലൈബോയും കൂടെ എല്ലാം കൊണ്ട് പതപ്പിച്ചു. അടുത്ത വാക്യം, നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം, നിങ്ങളുടെ കയ്യിലല്ലയോ ദൈവം പണ്ട് പ്രഭുക്കളായ ഒരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത്. അടുത്തത്, നിങ്ങളോട് ഒത്തു എന്റെ അച്ഛാ നിങ്ങളോട് ഒത്തു നോക്കിയാ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? സോപ്പിട്ടു ലൈഫോയി അല്ലെ ചന്ദ്രികയാണോ? അപ്പൊ അതാ ലൈഫോയിക്കാണോ? ചന്ദ്രികയാണോ? രണ്ടിനും പറയാം. അടുത്ത പറവെന്ന് വായിച്ചേ. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. പുള്ളി സോപ്പിട്ട് എല്ലാരും ഒന്ന് പതപ്പിച്ച് ഒരു പരുവത്തിന് അവിടെ ഈ സെയിം തന്ത്രമായി ഇവർ ഇഫ്താഖ് പാസ്റ്ററോടും. ഇനി 12 ഒന്ന് വായിച്ച മോളെ. അനന്തരം എഫ്രൈമ്യർ ഒന്നിച്ചുകൂടി. പിന്നെ ഇവർ ഒന്നിച്ചുകൂടി. ഇവർ ഇതിനെ ഒന്നിച്ചു കൂടുള്ളൂ. കാത്തിരിപ്പിന് വരികയല്ല, കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും വരികയല്ല. മുടിരാത്രി പ്രാർത്ഥന വെച്ചാലും മുടിരാത്രി പ്രാർത്ഥനയ്ക്ക് വരും. ആദ്യത്തെ സെഷൻ എന്ന് വെച്ച് ബണ്ണും കാപ്പിയും കുടിച്ചു വെച്ച് പോകും. ന്യൂട്രൽ ഇങ്ങനെ കറങ്ങി നിന്ന് വെച്ച് പോകും പയ്യെ. പിന്നെ പാവത്തങ്ങൾ കുറെ എണ്ണം കുത്തിയിരുന്ന് എന്നാണോ എല്ലാവർക്കും ഒരു ഇവര് ഉടകൊണ്ടാക്കാൻ വരിക. അപ്പൊ ഈ അതിനിടയ്ക്ക് ഈ ഗിദെയോൻ പാസ്റ്ററോട് കയറി കൊമ്പ് കോർക്കാൻ കാരണം എന്നാ? നമ്മളവിടെ വായിച്ചവർക്ക് യോഗത്തിന് വിളിക്കാൻ എൻ്റെ ആന്ന് അല്ല. ന്യായമായി നമ്മൾ ഓടിച്ച് വായിച്ചവർക്കും യോഗത്തിന് വിളിക്കാൻ, നോട്ടീസ് കൊടുക്കാൻ എന്തിയാ, കത്ത് കൊടുക്കാൻ എന്തിയാ, അതുകൊണ്ട് ആ ഉടക്കെന്ന് നമ്മൾ ചിന്തിക്കും വായിച്ച. അതൊന്നും അല്ല. ഒരു വാക്യം വായിച്ചേ മോളെ, വചനത്തിൽ നിന്ന് തെളിയിക്കാം. ഈ ഗിദെയോൻ പാസ്റ്റർ ഏത് ഗോത്രക്കാരനാ? അവിടെ എഴുതിയിട്ടുണ്ട് ഏത് ഗോത്രക്കാരനാ ഗിദെയോൻ പാസ്റ്റർ, ഏത് ഗോത്രക്കാരനാന്ന്? അയ്യോ, ഇതിനാ മുന്നിലിരുത്തിയത്. ഇന്നലെ അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ? 14 വാക്യം 6:14. അപ്പോൾ യഹോവ അവനെ നോക്കി, അപ്പോൾ യഹോവ ഗിദെയോനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ കടന്നു പോകാൻ നീ മിദ്യാനിനെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. അടുത്ത വാക്യം, അവൻ അവനോട്, ഉടനെ ഗിദെയോൻ ദൈവത്തോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയത്. അപ്പം ഗിദെയോൻ ഏത് ഗോത്രക്കാരനാ? മനശ്ശെ. അപ്പൊ എബ്രയീം ഗോത്രക്കാരെന്തിനാ ഈ മനശ്ശെ ഗോത്രക്കാരനോട് കൊമ്പ് കോർത്തത്? ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ?
ഒരപ്പൻ്റെതല്ലേ? എല്ലാവരും അരശക്കലിന് വീണ്ടെടുത്തതല്ലേ? എല്ലാവരും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചതല്ലേ? യോഹന്നാൻ ലേഖനം 3 എല്ലാവരും ദൈവമക്കളല്ലേ? കാൺമീൻ. പിന്നെ എന്തിനാ ഈ കൊമ്പ് കോർക്കുന്നത്? എൻ്റെ പ്രസംഗം ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഈ എബ്രയീം ഗോത്രക്കാർ മനുഷ്യരോട് കയറി കൊമ്പ. ആ കൊമ്പ് കോർക്കാൻ കാര്യം ഗിദെയോൻ മനശ്ശെ ഗോത്രക്കാര്, ഇവർ എബ്രയീം ഗോത്രക്കാര്. അതിന്റെ കാരണം പണ്ട് പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ ഈ ഗോത്രങ്ങളെ ആശീർവദിച്ച കൂട്ടത്തിൽ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ കടിഞ്ഞൂൽ കൊറ്റൻ, അവന്റെ കടിഞ്ഞൂൽ കൊറ്റൻ, അവന്റെ പ്രതാപം. ഒന്നുകൂടെ വായിച്ചു. കടിഞ്ഞൂൽ കൂറ്റൻ. വായിച്ചു. അവന്റെ കടിഞ്ഞൂൽ കൂറ്റൻ, അവന്റെ പ്രതാപം. അടുത്തത് അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ. അവയാൽ അവൻ സകല ജാതികളെയും വെട്ടി ഓടിക്കും. അടുത്ത വാക്യം. അവ എഫ്രൈമിന്റെ 10,000-ങ്ങളും മനുഷ്യയുടെ 1000-ങ്ങളും തന്നെ. മനുഷ്യക്ക് 1000-ഉം എഫ്രൈമിന് 10,000. അപ്പൊ ഈ എഫ്രൈം ഗോത്രക്കാര് മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട ഗിദെയോൻ പാസ്റ്ററോട് കൊമ്പ് കോർക്കാൻ കാര്യം, എടാ 10,000 കിട്ടിയ ഞങ്ങൾ ഇരിക്കുമ്പം 1000 കിട്ടിയ നീ അങ്ങനെ കയറി. മനസ്സിലാകുന്നില്ലേ? ഞങ്ങൾക്ക് 10,000 കിട്ടിക്കാതെ എബ്രഹീമർക്ക്, മനശ്ശെക്ക് 1000. അപ്പോൾ 10,000 കിട്ടിയ ഞങ്ങൾ ഇരിക്കെ 1000 കിട്ടിയ നീ അങ്ങനെ. എൻ്റെ ഭാഷയാ ബലസണ്ട. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ എബ്രഹീമിന് ഭയങ്കര അസൂയയാണ്. ഭയങ്കര അസൂയ. ആത്മീക ലോകത്തുള്ളൊരു വലിയ ബാധ ഇത് അസൂയ. ഒരാളൊരു നല്ല വീട് വെക്കട്ടെ എന്നാൽ സന്തോഷിക്കുകയല്ല, പലർക്കും അസൂയ. ഇതെങ്ങനെ കിട്ടി, എങ്ങനെ ഒപ്പിച്ചു, മുറികളില്ലെന്നാ തോന്നുന്നത്, ചൂടായിരിക്കും, സന്തോഷിക്കത്തില്ല. ഒരാളൊരു നല്ല വണ്ടി മേടിച്ച് ദൈവമേ സൈക്കിൾ പോലും ഇല്ലാതെ നടന്നാ കിട്ടിയല്ലോ, സ്വന്തമല്ല, സെക്കൻഡ് ഹാൻഡാന്നാ തോന്നുന്നു, ടയർ തേഞ്ഞതാ അല്ലയോ, AC ഇല്ലെന്നാ. ഇതൊന്നും നല്ല മനസ്സോടെ ഭയങ്കര അസൂയ. നമ്മുടെ ഇടയിൽ തന്നെ ഒരു പെൺകുഞ്ഞിന് നല്ല കല്യാണം വന്ന് അമേരിക്കന്നോ കാനഡന്നോ ലണ്ടനെന്നോ നാട്ടിൽ ഇവിടെ ഉടനെ നല്ല കല്യാണം ഉടനെ നനച്ച് അസൂയക്കാരൻ അമേരിക്കക്കാരന് ഒന്നും വിശ്വസിക്കാനോ ഞങ്ങൾക്ക് അതിനാ മാമ. ഓ അമേരിക്കക്കാർ ഒന്നും ഇപ്പം വിശ്വസിക്കാൻ, ഇവിടെ ഉള്ളവനെ വിശ്വസിക്കാവോ? ഒരുത്തനെയും മൂക്കി ശ്വാസമുള്ള ഒരുത്തനെ പിന്നല്ലേ അമേരിക്ക. എല്ലാവരും കണക്കാ. നല്ലവരെവിടെ ചെന്നാലും നല്ലവരായിട്ട് ജീവിക്കും. അത് അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കൊട്ടാരക്കാരിലാണെങ്കിലും എവിടെ ആണെങ്കിലും. അപ്പൊ ഇവർക്ക് എബ്രഹീം ഗോത്രക്കാർക്ക് ഭയങ്കര അസൂയയാണ്. അസൂയ ഉള്ളത് കൊണ്ട് 10,000 കിട്ടിയ ഞങ്ങൾ നിൽക്കുക 1000 കിട്ടിയ നീ അങ്ങനെ. വല്ല ഈ എബ്രഹീമിന് അസൂയ ഉണ്ടോ? ഒരു വാക്യം വായിച്ചേ മോളെ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. യെശയ്യാവ് 11:13. ആ താള് മറിക്കുമ്പോൾ ഇടതുവശത്ത് മേളില് പഴയ ബൈബിളില് 11:13 പെട്ടെന്ന് വായിര്. എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും. മതി ഒത്തിരി വായിക്കണ്ട. എബ്രഹീമിന്റെ അസൂയ ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ അസൂയയും കോപവും
വൈരാഗ്യബുദ്ധി. ഹോശേയ പ്രവചനത്തിൽ വാക്യമുണ്ട്, പുഴുക്കുത്ത് പിടിച്ചിരിക്കുന്നെന്ന്. പുഴുക്കുത്ത് ഒത്തിരി പറയാനുണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ സംസാരം വളരെ ശ്രദ്ധിക്കണം. ഒരു ആത്മീകന്റെ വായിൽ നിന്ന് മറ്റുള്ളവർക്ക് ആത്മീകമായി പ്രയോജനം വരുന്ന വാക്കുകളാണ്. ഉപദേശത്തിൽ വിട്ടുവീഴ്ചയില്ല, പ്രമാണം പറയുന്നതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. ആട്ടെ, നമുക്ക് മടങ്ങി വരാം, അല്ലെ പിന്നെ അങ്ങനെ അങ്ങ് പോകും. ദൈവത്തിന് മഹത്വം. ഇവര് ഇബ്താഖിനോട് പറഞ്ഞു, നിന്നെ അകത്തിട്ട് ചുട്ടുകളയും. അപ്പൊ കൊരിന്ത്യരും കൃപയുണ്ട്, സാക്ഷ്യമുണ്ട്, വചനത്തിൽ തിട്ടമുണ്ട്, നല്ല പരിജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിലും കുറവില്ല. പക്ഷേ ഇവരോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. എബ്രഹീമോ തന്നെ ഞങ്ങളെ ക്ഷണിക്കാഞ്ഞത്. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്, ക്ഷണിച്ചാൽ പോകുമോ? ക്ഷണിച്ചാലൊന്നും പോകുക. അതിന് 5-ാം അധ്യായത്തിൻ്റെ 14 ഒന്നുകൂടെ വായിച്ചേ. ന്യായാധിപന്മാർ യോഗത്തിന് വിളിച്ച ഇവന്മാർ പോകുകയല്ല. കാരണം ന്യായാധിപന്മാർ 5:14 ഒന്നുകൂടെ വായിച്ചേ. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ എബ്രഹീമിന്റെ വേര് അമാലേക്കിൽ ഇറങ്ങി. അമാലേക്ക് ജഡത്തെ കാണിക്കുന്നതാ. ഇവന്റെ വേര് അമാലേക്കിൽ ഇറങ്ങി. ഇപ്പോൾ ആത്മീക ഈ സഭയിലാണെങ്കിലും മുഴുവൻ ജഡീക വിഷയങ്ങളാണ്. ജഡത്തിനെ പോഷിപ്പിക്കുന്ന, ജഡത്തെ ത്രസിപ്പിക്കുന്ന, ജഡത്തെ ഉന്മാദപ്പെടുത്തുന്ന, ജഡത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. വേര് അമാലേക്കിൽ ഇറങ്ങിയാൽ പിന്നെ രക്ഷയില്ല. മാത്രമാണോ, യുദ്ധത്തിന് വിളിച്ചാൽ ഇവർ വരികയല്ല. കാരണം ഒറ്റയൊരുത്തൻ്റെ ആയുധമില്ല. മോളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ ഒന്ന് വായിച്ചേ. അനാത്തിൻ പുത്രനാ ശങ്കരൻ നാളിൽ യായേലും കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടെ നടന്നു. ദബോരയാകുന്ന ഞാൻ എഴുന്നേക്കുന്നവരെ, ഇസ്രയേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രയേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു, ഗോപുരദ്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. അടുത്ത വാക്യം, ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല. ആയുധമില്ല. അപ്പൊ പിന്നെ യുദ്ധത്തിന് വിളിച്ചാൽ വരുവോ? ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടത്. അതിൽ സിംഹഭാഗവും ആയുധമില്ലാത്തത് എബ്രഹീം ഗോത്രക്കാർക്കാണ്. എണ്ണമെടുത്തപ്പോൾ, സംഖ്യാപുസ്തകം നിങ്ങൾ വായിച്ചാൽ അറിയാം, എണ്ണമെടുത്തപ്പോൾ എബ്രഹീം ഗോത്രത്തിൽ ആദ്യം എണ്ണമെടുത്തപ്പം 40,500 പേര്. 40,500. അതിൽ 40,000 ആയുധമില്ല. ആ വാക്യം ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകത്തിലുണ്ട്. ആദ്യം എണ്ണ എടുക്കുന്ന 1-ാം അധ്യായത്തിലില്ല നമ്മളെ എബ്രഹീമിനെ ആ കണ്ണികയിലുണ്ട്. എബ്രഹീം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവരെന്ന് വാക്യമുണ്ട്. 12-ാം വാക്യമാണോ? 1-ാം അധ്യായം, സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിലുണ്ടല്ലോ. ഞാൻ ഇന്ന് രാവിലെയും വായിച്ചതാ, റെഫറൻസ് അങ്ങ് മറന്നുപോയി. എബ്രഹീം ഗോത്രത്തെ പറ്റി ഇവിടെ അല്ലേ, ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടോ? എഫ്രയീം ഗോത്രത്തിൽ അമ്മീഹൂദിന്റെ മകൻ എലീശാമ മനശ്ശെ ഗോത്രത്തിൽ. അതിന്റെ കണ്ണിക തീരുന്നിടത്തുണ്ട് 40,500 എന്നാ. ഗാദിന്റെ സന്തതികളിൽ ആ ദൈവരാശി വായിച്ച ആരാന്ന് കൈ പൊക്കിക്ക്. ആരാന്ന്? എത്രാം വാക്യ ഭാഷ? 1:33. എഫ്രയീം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 40,500 പേർ. 40,500. ഞാൻ ഇന്ന് രാവിലെ വായിച്ചാ, പിന്നെ നിങ്ങൾ എന്നെ കുഴയ്ക്കുന്ന കണ്ടപ്പം ഞാൻ കാരണം അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചെന്നുണ്ട്. പിന്നെ അപ്പൊ ആദ്യം എണ്ണ എടുത്തപ്പം 40,500 പേര്. ആയുധം എത്ര പേർക്കില്ല? 40,000 എണ്ണത്തിന് ആയുധമില്ല. പിന്നെ ഇച്ചിരി വെളിവും വെള്ളിയാഴ്ച ഉള്ളത്
സ്തോത്രം. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ചിലയിടത്ത്. ചില പറഞ്ഞില്ലേ, നേരത്തെ എന്തില്ല സീറ്റ് കിട്ടുകയില്ല പാർക്കിങ്ങിന്. 3 സെക്ഷനായിട്ടാ വർഷിപ്പ് ഒക്കെ അഭിനന്ദിക്കുന്ന നല്ലത്. എത്ര എണ്ണത്തിന് ആയുധമുണ്ട്? സ്തോത്രം. ഇനിയുണ്ട് ആയുധമില്ല. ശൗലിന്റെ കാലത്തും ആയുധമില്ല. വായിച്ചേ 13-ാം അധ്യായത്തിന്റെ 19, ശമൂവേലിന്റെ 1-ാം പുസ്തകം 13-19 മുതൽ വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ല. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു ഒറ്റ കൊല്ലനെ കൊല്ലന്റെ പണി ആയുധം ഉണ്ടാക്കുക. ഇപ്പൊ ഒറ്റ കൊല്ലൻ ഇല്ല. പ്രാർത്ഥിക്കുന്നവരിപ്പോ ഇല്ലല്ലോ. പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയുടെ പ്രബന്ധം അവതരിപ്പിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയെ പറ്റി പുസ്തകം എഴുതുന്നവർ ഉണ്ട്. കേട്ടിട്ടില്ലേ? പ്രാർത്ഥനയെ പറ്റി പുസ്തകം പ്രകാശനം ചെയ്യുന്നവരുണ്ട്. പ്രകാശനം കഴിഞ്ഞത് വിൽക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട്. വിറ്റേച്ച് അതിൻ്റെ കമ്മീഷൻ മേടിക്കുന്ന ആൾക്കാരും പ്രാർത്ഥിക്കുന്നവരില്ല. പ്രാർത്ഥനാ സഹകാരികളുണ്ട്. പ്രാർത്ഥനയെ പറ്റി നന്നായിട്ട് പ്രസംഗിക്കും. പ്രാർത്ഥനയുടെ ഗ്രീക്ക്, ഹീബ്രു, അതിൻ്റെ മൂലഭാഷ കേട്ടിട്ടില്ലേ? നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? എങ്ങനെയും ഇരുന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിക്കടാ. എങ്ങനെയും ഇച്ചിരി നേരം ഒന്ന് ഇരിക്കേ. കസേരയിലോ തറയിലോ എങ്ങനെയും ഇച്ചിരി നേരം ഇരിക്കേ. വെറുതെ ഇങ്ങനെ അങ്ങ് പറയുക. അപ്പൊ ഈ ഒരൊറ്റ കൊല്ലനെ ഇപ്പൊ കാണാനില്ല. ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ വായിക്കേ. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. അവര് കമ്മിറ്റി കൂടി ബില്ലും പാസാക്കി. അടുത്തത് ഇസ്രായേലിയർ ഇസ്രായേൽ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. അടുത്ത വാക്യം. എന്നാൽ മൺവെട്ടി, കലപ്പ, മമ്മട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായിട്ട് മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർ കരമുണ്ട്. അടുത്ത വാക്യം. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നു. ആയുധമില്ലെന്ന് ഒരെണ്ണത്തിനും. ചുമ്മാ ഇങ്ങനെ പുറംപൂച്ച് നിൽക്കുന്ന ഒരെണ്ണത്തിന് ആയുധം. പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. പുള്ളി സ്റ്റേറ്റിലുണ്ട്, ജനറലിലുണ്ട്, ലോക്കലിലുണ്ട്, മേഖലയിലുണ്ട്. അല്ല, നമ്മുടെ ആയതുകൊണ്ട് പറയുന്നതിന് വിഷയമില്ലല്ലോ. അതൊക്കെ നല്ല കാര്യം. മാർഗം വേണ്ട, അവിടെ തന്നെ ഇരിക്കേ. കാശുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. നല്ല കാര്യം. അതെ, ഇവിടെ ചോദ്യം ആയുധമുണ്ടോ? നമ്മുടെ ആയുധത്തെ പറ്റി എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ അതാ നമ്മുടെ ആയുധം, ദൈവമക്കളുടെ ആയുധം. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെയും വിചാരങ്ങളെ പിടിച്ചടക്കണം. എന്താ നമ്മുടെ ആയുധം? സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കി, രക്ഷകയുടെ ശിരസ്ത്രം പേറി, ആത്മാവിന്റെ വാളെടുത്ത് സകല പ്രാർത്ഥനയാല് യാതനയാല് ഏറു നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മുടെ ആയുധം. ഇപ്പം അന്ന് പറഞ്ഞ ഒറ്റയൊരുത്തൻ്റെ ആയുധമില്ല. അപ്പൊ എബ്രായീം ഗോത്രക്കാരെ യുദ്ധത്തിന് വിളിച്ചാൽ ഇവർ പോവുകയല്ല. പിന്നെ ചുമ്മാ ഉടക്കുണ്ടാക്കാനാ ഈ പറയുന്ന എന്നാ വിളിക്കാഞ്ഞ്, എന്നാ ക്ഷണിക്കാഞ്ഞ്, എന്നാ പറഞ്ഞോട്ട് വരികയില്ല. വരാതിരിക്കാൻ 2 കാര്യമാ പ്രധാന കാര്യം. ഒത്തിരി ഉണ്ട്. 2 ഇപ്പം പറയത്തുള്ളൂ. 1, വേര് അമാലേക്കിൽ ഇറങ്ങി. 2, ഒറ്റയൊരുത്തൻ്റെ ആയുധമൊന്നുമില്ല. ഒന്നിൻ്റെ ദൈവത്തിന് മഹത്വം. ഈ യുദ്ധത്തിന് പോകുമ്പോൾ അതിന് പ്രമാണമുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ പ്രമാണമുണ്ട്. നിങ്ങളുടെ ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ചേ മോളെ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത് കേട്ടോ. മിസ്രയീം ദേശത്ത് ശ്രദ്ധിച്ചേ. നീ ശത്രുക്കളോട് പടയെടുക്കാൻ പോകുമ്പോൾ, യുദ്ധത്തിന് പോകുമ്പോൾ, ഒന്നുകൂടെ വായിര്.
നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് ദൈവമക്കൾക്കുള്ള ദൂത, നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ നീ പേടിക്കരുത്. മിസ്രയീം നിർത്ത്. എനിക്കൂടെ വിടവുതാ. നീ കുതിരയെയും രഥത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മോളെ, ഇനിയും ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. യേഹൂദ് മരിച്ച ശേഷം, ഇടം കയ്യാൻ യേഹൂദ് അങ്ങ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യും. അടുത്തത്, യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. ഒരു നല്ല പ്രയോഗമല്ലല്ലോ. ദൈവം ഇവരെ വിറ്റു. ആരെ? ഇസ്രായേൽ മക്കളെ. അതിനെ വിറ്റത് അച്ഛൻ പറഞ്ഞു. ഞാൻ എൻ്റെ ശൈലി പറയാം. ദൈവം ഇവരെ വിൽക്കാൻ കാര്യം, ഇവരെ വെച്ചിട്ട് ദൈവത്തിന് വലിയ ലാഭമൊന്നും. ഉദാഹരണം, ജോസ് അല്ലേ, ഞങ്ങൾ ദീർഘവർഷമായിട്ട് പരിചയപ്പോൾ പിന്നെ പുള്ളിയെ പിടികൂടാം, പാവത്താൻ. ഇപ്പം ബഹുമാനപ്പെട്ട ഡേവിഡ് പാസ്റ്റർക്ക് ഒരു കാറ് ഉണ്ടോ? കാറുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ ബഹുമാന്യ കർത്തൃദാസന് ഒരു കാറുണ്ട്. ഈ കാറ് അത്യാവശ്യത്തിന് മുമ്പ് കൂടെ നിൽക്കുകയും ഇഞ്ചൻ പണി വരികയും കൂടെ ഇതിന് പണി വരികയും ബ്രേക്ക് ഡൗൺ ആകുകയും സ്റ്റാർട്ട് ആകാതെയൊക്കെ ഇരിക്കുമ്പം ഒത്തിരി ജോലി ഇത് വർക്ക്ഷോപ്പിൽ കയറ്റി പിന്നെ ഇത് കൂടെ പണിയാ. അതല്ലേ ഇസ്രായേൽ മക്കൾ പിന്നെയും അങ്ങനല്ലേ നമ്മളെ വായിച്ചേ 4:1. യഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും 6:1 വായിച്ചേ മോളെ. ഇസ്രായേൽ മക്കൾ പിന്നെയും മതി. അപ്പൊ കൂടെ ഇഞ്ചൻ പണിയാ, കൂടെ ബ്രേക്ക് ഡൗണാ. സ്വോത്ര കാഴ്ച കിട്ടുന്ന പൈസ മുഴുവൻ വർക്ക്ഷോപ്പിൽ. അപ്പൊ ഈ ബഹുമാന്യ കർത്തദാസനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയും, ഡേവിഡ് മാസ്റ്ററെ ഇനി ഈ വണ്ടി വെച്ചോണ്ട് ഇരിക്കരുത്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, ഞാൻ സെലക്ട് ചെയ്തെടുത്തത്. അതൊക്കെ സമ്മതിച്ചു. ഇനിയും വെച്ചോണ്ടിരുന്നാൽ നിങ്ങൾ കുത്തുപാള എടുക്കും. അപ്പോൾ പിന്നെ എന്നാ പോകാൻ വഴി? കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്നല്ല, വിൽക്കണമെന്ന് എടുത്ത വിഷയത്തോട് ചേർത്താൽ കിട്ടുന്ന വിലയ്ക്ക്. ഇപ്പം വിറ്റ വില അതൊന്നും നോക്കണ്ടെന്ന് വിളിക്കും. അല്ല, ഇസ്രായേൽ മക്കളെ വിറ്റു. കാരണം ഇവന്മാര് പിന്നെ നമ്മൾ പറയല്ലോ, കഴിഞ്ഞ വർഷവും പുള്ളി ഒരു വഴക്കുണ്ടാക്കിയതാ. ഉടനെ പഴയ ആൾക്ക് പറയാം, അതിൻ്റെ തലയെ കൊല്ലോ ഇവനിതുപോലെ ഉണ്ടാക്കി. ഉടനെ പഴയ വിശ്വാസം, ഇവനെല്ലാ കൊല്ലവും ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ കൂടെ പ്രശ്നം ഉണ്ടാക്കിയപ്പം തമ്പുരാൻ പറഞ്ഞു, ഇനി ഇതിനെയെല്ലാം വെച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ല, പിന്നെ എന്തോ ചെയ്യണം? വിൽക്കണം. വിറ്റു. ഇനി ഇസ്രായേൽ മക്കളെ വിറ്റത് അങ്ങനെയാണ്. അതിലും വിചിത്രം. ഡേവിഡ് പാസ്റ്റർ അന്നേ വിൽക്കുമ്പോൾ എന്നാ കിട്ടിയ വിലയ്ക്ക് ഉള്ളതാട്ടെ. പക്ഷെ ദൈവം വിറ്റത് അങ്ങനല്ല. അത് ബാക്കി ഇങ്ങനെ, നീ നിന്റെ ജനത്തെ വില വാങ്ങാതെ വിറ്റെന്ന. സങ്കീർത്തനം 46:12 45:12. ഞാൻ റബറിൻ്റെ സംഘം മറന്നു. 46:12 അത് എത്ര മാക്കിയാ ഡേവിഡ് മാഷേ? 44:12
12 ഒന്ന് വായിച്ചേ മോളെ. നിന്റെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു. മതി മതി. നീ നിന്റെ ജനത്തെ, ഞാനോ പാസ്വാനെ കിട്ടുന്ന വില ഉള്ളതാട്ടെ. ദൈവം തമ്പുരാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട, ഇവനെയെല്ലാം വെച്ചോണ്ടിരുന്ന ദൈവം വിറ്റു. പേടിച്ച് ഭയത്തോടെ പറയട്ടെ, ദൈവം നമ്മളെ വിൽക്കാൻ ഇടവരുത്തരുത്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് പ്രയോജനമുള്ളവരാകണം. തീർന്നില്ല, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരാകണം. ഒന്നെങ്കിൽ വാക്കുകൊണ്ടില്ലേ, പ്രവൃത്തി കൊണ്ടില്ലേ, സമ്പത്ത് കൊണ്ട് ഇല്ലേ, ശരീരം കൊണ്ട് ഇല്ലേ, കൂട്ടായ്മ ബന്ധം കൊണ്ട്, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രിയരെ ഞാനും നിങ്ങളും ദൈവത്തിനും ദൈവത്തിന്റെ സഭയ്ക്കും പ്രയോജനമുള്ളവരാകണം. ദൈവത്തിന് അങ്ങനെ പ്രയോജനമില്ല, ദൈവം വിൽക്കും. ദൈവം വിൽക്കുന്നത് കിട്ടുന്ന വിലക്കല്ല, വില വേണ്ടെന്ന് പറയും. നീ കൊണ്ടുപോകും. ശത്രുവിന്റെ കൈ ദൈവം വിറ്റു. അങ്ങനെ വിറ്റു. ഇനി 4-ാം അധ്യായം വായിച്ചേ. ഞാനിതൊന്നും പറയാനല്ല വന്നത്, ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ വിഷയം. പക്ഷെ ഇങ്ങനെ വചനത്തിന്റെ ചുറ്റാകെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുഴപ്പമില്ലല്ലോ. വായിച്ചേ മോളെ. യഹൂദ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റു. ഇവരെ കൊണ്ട് ദൈവം പൊറുതിമുട്ടി കേട്ടോ. പൊറുതിമുട്ടി. അതുകൊണ്ട് 95-ാം സങ്കീർത്തനം 10-ാം വാക്യം ഒന്ന് വായിച്ചേ മോളെ. സങ്കീർത്തനം 95:10 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും. ഇവരങ്ങ് എപ്പോഴും തെറ്റുക. ഈ സങ്കീർത്തനം 95:10 തെറ്റിപ്പോകുന്ന ഹൃദയമെന്നാ. പക്ഷെ ഈ വാക്യം പൗലോസ് എബ്രായ ലേഖനത്തിൽ എടുത്തു പറഞ്ഞപ്പോൾ എപ്പോഴും തെറ്റിപ്പോകുക. 3:10 വായിച്ചേ മോളെ. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും. 95-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ തെറ്റിപ്പോകുന്ന ഹൃദയമെന്നാ. ഈ വാക്യം പൗലോസ് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 3:10 പറയുക എപ്പോഴും തെറ്റിപ്പോവുക. അപ്പൊ അതുകൊണ്ട് ദൈവം ഇവരെ വിറ്റു. ഇനി അടുത്ത വാക്യം ന്യായാധിപന്മാരില്ല. ഹസോരിൽ വാണ അവന്റെ സേനാപതി ജാതികളുടെ ഹശോരത്തിൽ പാർത്തിരുന്ന സീസേരയായിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. 900 ഇരുമ്പ് രഥം. ആ രഥത്തിൽ കെട്ടുന്ന കുതിര. അപ്പൊ പടയ്ക്ക് പോകുമ്പോൾ ദൈവം തമ്പുരാൻ ആവർത്തന പുസ്തകത്തിൽ പ്രമാണം കൊടുത്തു, അനവധി രഥങ്ങളെയും കുതിരകളെയും കണ്ട് നീ പേടിക്കരുത്. ഇവിടെ 900 ഇരുമ്പ് രഥമായിട്ട് സീസരെ വരിക. എല്ലാം പേടിച്ച് വിറച്ച്. ഇനി ആവർത്തന പുസ്തകം 20:1 മുതൽ വായിച്ചേ മോളെ. ഓടിച്ചു വായിച്ചോ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. ദൈവത്തെ കാരണം ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. ആ ദൈവമാ നമ്മുടെ മുൻപേ ഉള്ളത്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പേടിക്കരുത്, ഭ്രമിക്കരുത്. അടുത്ത വാക്യം വായിച്ചേ. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. അടുത്തത്, നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു. ഈ പുരോഹിതൻ വരണം. പടയെടുക്കാൻ പോകുമ്പം താഴെ വായിക്കുന്ന പ്രമാണിമാര് വരണം. പുരോഹിതനും വരണം, പ്രമാണിയും വരണം. 8-ാം വാക്യം വായിച്ചേ മോളെ. 20:8. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത് ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടത് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ഈ യുദ്ധത്തിന് പോകുമ്പം നമ്മൾ ആത്മീയ പോർക്കളത്തില്ല, ഈ ധൈര്യം കെടുത്തുന്നവന്മാരുണ്ട്. നമുക്കൊരു കൺവെൻഷൻ വെക്കും. ആര് വരാന്? അപ്പം അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. എന്നാ നമുക്കൊരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന.
ഈ ചൂടും പിടിച്ച്. അപ്പൊ അതിലൊരു തീരുമാനം. എന്നാ നമുക്കൊരു മുടിരാത്രി പ്രാർത്ഥന. ആരിരിക്കാം. അപ്പൊ അതിലൊരു തീരുമാനം. എന്നാൽ നമുക്ക് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ പൊതുയോഗം ഉടനെ ഫണ്ടിലൊന്നുമില്ലെന്ന്. അപ്പം അതിലൊരു പുറകോട്ടൊന്ന് നോക്കി. നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒന്നുകൂടെ വായിച്ച മോളെ 8-ാം വാക്യം. ഇതല്ലേ വചനത്തിൽ കൂടെ ആകുമ്പം വലിയ ശല്യമില്ലല്ലോ. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്. പുരോഹിതൻ വന്ന് ജനത്തെ കാര്യമെല്ലാം പറഞ്ഞ് ധൈര്യപ്പെടുത്തണം. അതാ 2-ാം വാക്യത്തിൽ ഇല്ലേ മോളെ? 2-ാം വാക്യം 2 വായിച്ച. നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു. ആദ്യം പുരോഹിതൻ പാസ്റ്റർ പറയണം. പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു. പുരോഹിതൻ എന്തോ സംസാരിക്കണ്ടേ? ഇസ്രായേലേ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു. പടയേൽക്കാൻ പോവുക. അധൈര്യപ്പെടരുത്. അപ്പൊ പാസ്റ്റർ പറയണം അധൈര്യപ്പെടരുത്, ഭ്രമിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയും അവരെ കണ്ട് നിങ്ങൾ ആൾക്കൂട്ടം ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കരുതെന്ന് പുൽപ്പിറ്റിൽ നിന്ന് പാസ്റ്റർ പറയണം. പാസ് ഇത് പറഞ്ഞു കഴിയുമ്പം സഭയിലെ പ്രമാണിമാരുണ്ട്. സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി, കൗൺസില്, ഹൈ കൗൺസില്. ഒന്നും അറിയാൻ മേല. ചിലപ്പറ്റി പറയുമോ പുള്ളി ഞങ്ങളുടെ സഭയിലെ പ്രമാണി. നമ്മളതിന് പ്രമാണി എന്ന് പറയുന്നത് നെടുന്തൂണെന്നാ പറയുന്നത്. പുള്ളി ഞായറാഴ്ച വന്ന് നെടുന്തൂണിരിക്കും പോലെ ഇരിപ്പുണ്ട്. മിക്കവാറും ഇന്ന് എന്തെങ്കിലും നടക്കും. 9-നകം ജോർജ് കുടിച്ചാൻ എന്നെ കൊണ്ടുപോകണേ. അപ്പൊ ഈ പുരോഹിതൻ വന്ന് ഈ കാര്യമെല്ലാം പറയണം. അടുത്തത് പ്രമാണി വരണം. പ്രമാണി വന്ന് പറയേണ്ട കാര്യമായി 8-ാം വാക്യം. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന്. അപ്പൊ ഇവൻ ധൈര്യം കെട്ടിരിക്കുക. ഇവൻ മറ്റുള്ളവന്റെ ഹൃദയം കൂടെ ധൈര്യം കെടുത്തിക്കളി. ഇവൻ മറ്റുള്ളവന്റെ ധൈര്യവും കൂടെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ചോദിക്കില്ല എന്തുവാ എന്നാന്നോ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് ധൈര്യം കെടുത്തുക. അവൻ രോഗശാന്തി വിശ്വസിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഈ നശിച്ചവൻ അങ്ങോട്ട് ചെന്ന് പറയുക ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, പിന്നെ എടുത്തോണ്ട് ഓടണോ? നീ കുഴഞ്ഞു കിടക്കാട് അവന് രോഗശാന്തിക്ക് നിൽക്കുന്നെങ്കിൽ അവനെ നിർത്തടാ. പിന്നെ അവൻ പറഞ്ഞ പോയില്ലേ, ഞങ്ങൾ കെട്ടി വലിച്ചോണ്ട്. ഉടനെ ഗുണപ്പെടാത്ത പിള്ളേരുണ്ട്. പിള്ളേർ എടാ എടുക്കടാ എൻ്റെ വണ്ടിയെ. ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് വല്ലോ സംഭവിച്ച ഇങ്ങനെ ധൈര്യം കെടുത്തുന്ന എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? അതുകൊണ്ടാ പറഞ്ഞ ഭയവും വീരത്വവും ഉള്ളവനെല്ലാം എല്ലാം വിട്ടുപോകാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അപ്പൊ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അതിന് പ്രമാണമുണ്ട്. ചുമ്മാ പോകാനൊക്കത്തില്ല. ദൈവത്തിന് മഹത്വം. പടയെടുക്കാൻ പോകുമ്പോൾ പ്രമാണമാ. അപ്പൊ ഇവര് ദൈവത്തിന്റെ സന്നിധിയിൽ ഇവര് അവിശ്വസ്തരായി. ഒരെണ്ണത്തിൻ്റെ ആയുധവുമില്ല. സംസാരം ഒട്ട് നല്ലതുമല്ല. ഞാൻ വേഗത്ത് നിർത്താം. കൊരിന്ത്യർക്കും ഇത് തന്നെ സംഭവിച്ചേ. കൃപയുണ്ട്, സാക്ഷ്യമുണ്ട്, വചനമുണ്ട്, പരിജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിലും കുറവുമില്ല. പക്ഷേ സംസാരം നല്ലതല്ല. ഈർഷ്യയും പകയും പിണക്കവും പക്ഷവും. ഞാൻ 1-ാം അധ്യായത്തിൽ നിന്നതേ ഉള്ളൂ. ഇനി 10-ലാണ് നമ്മൾ വായിച്ച്. ഇനി 2, 3 അങ്ങനെ കയറി ഇറങ്ങി വരാനാ ഉദ്ദേശിച്ചത്. ഞാൻ ഇനി 2, 3, 4, 5, 6, 7, 8, 9 പറയുന്നില്ല. ഇടത്തെ അധ്യായത്തോടൊന്ന് കൂടെ പുലർത്താം. 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കും. ഇന്ന് രാത്രി വേഗത്ത് നിർത്താം.
എന്നെ കേൾക്കുന്ന പ്രിയരെ, പരീക്ഷയോട് കൂടെ പോക്കുവഴി ഉണ്ടാക്കുന്നൊരു ദൈവമുണ്ട്. ഇതിനു മുമ്പ് പൗലോസ് ചില മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഈ അധ്യായത്തിൽ. 5-ാം വാക്യത്തിൽ പറയുക, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. 6-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ കിടക്കുന്നു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. 11-ാം വാക്യത്തിലുണ്ട്, ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്കിത് ബുദ്ധിയുപദേശം. 12-ാം വാക്യത്തിലുണ്ട്, ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളണം. അപ്പം മിക്കവരും പ്രസാദിച്ചില്ല, വീഴാതിരിക്കാൻ നോക്കണം. ഇത് ബുദ്ധിയുപദേശത്തിനാണ്, ഇത് ദൃഷ്ടാന്തമാണ്. ഇത് ആരുടെ കാര്യമാ? 10:1 മുതൽ പഠിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. പിന്നെ എല്ലാവരും സ്നാനപ്പെട്ട് സമുദ്രത്തോടെ, പിന്നെ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. അടുത്തത്, എല്ലാവരും ഒരേ ആത്മീകാഹാരം. 5 വാക്യത്തിനകത്ത് അല്ല 5 പ്രാവശ്യം എല്ലാവരും 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 എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും ഇറങ്ങിത്തിരിച്ചെങ്കിലും ചിലരൊക്കെ ചില വിഷയത്തിൽ പാട്ടുപോയി. അവിടെ പ്രധാനമായിട്ട് 5 കാര്യം. 1, ദുർമോഹം. 2, വിഗ്രഹാരാധന. 3, പരസംഗം. 4, ദൈവത്തെ പരീക്ഷിച്ചു. 5, പിറുപിറുപ്പ്. ഞാൻ ആ ഭാഗം ഒന്നും എടുക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ദുർമോഹം അകത്ത് കയറരുത്. വിശേഷിച്ച് PYPയിലെ കുഞ്ഞുങ്ങളോടും എല്ലാവരുടെ കൂടെ പറയുന്നത്, ഈ ലോകം വല്ലാത്ത ലോകമാണ്. കണ്ണിന് ഇമ്പമുണ്ടാക്കുന്ന, കണ്ണിന് കൗതുകം വരുത്തുന്ന, ജഡത്തെ ത്രസിപ്പിക്കുന്ന, ഉന്മാദപ്പെടുത്തുന്ന, ഇക്കിളിപ്പെടുത്തുന്ന ധാരാളം വസ്തുവകകളുള്ള ലോകത്തില് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആവശ്യമില്ലാത്ത ദുർമോഹം നമ്മുടെ അകത്ത് കയറരുത്. ഈ മോഹം അകത്ത് കയറിയാൽ വലിയ പ്രശ്നമാണ്. ഈ എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ ആൾക്കാർക്ക്. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. പൂന്താനം പണ്ട് പാടി, അർത്ഥം എത്ര വളരെ ഉണ്ടാകിലും തൃപ്തിയാകാം മനുഷ്യൻ ഒരു കാലം 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിലും സഹസ്രം. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ വരുമ്പോൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് അതിനെ പിടിച്ചടക്കണം. ദൈവത്തിന് മഹത്വം. ആ ഭാഗമെല്ലാം വിടുക. എന്നിട്ട് 12-13 വാക്യത്തിൽ പൗലോസ് പറയുക, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും ദൈവം നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങളെ കൊണ്ട് വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നിങ്ങൾക്ക് തരത്തില്ല. പല ദൈവമക്കളും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സഹിക്കുമ്പോൾ പറയാറുണ്ട്, ദൈവമേ ഞാനിത് സഹിക്കുന്നല്ലോ, എന്തിനാ എനിക്കിത് വന്നത്? ഒരു കാര്യം എന്ന് രാത്രി പറയാം, ദൈവ പൈതലേ, നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും നിന്റെ ദൈവം നിനക്ക് തരികയില്ല. ചില സഹോദരിമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ, ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. ചിലർ പറയുന്നത് എന്നോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ, ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. അല്പം കൂടെ സാമർഥ്യമുള്ള ചില സഹോദരിമാർ പറയാറുണ്ട്, എൻ്റെ പാസ്റ്ററെ, ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരുത്തി ആയതുകൊണ്ട് ഇതെല്ലാം സഹിച്ച് ഇപ്പം നല്ല പമ്മിയിരിക്കുന്നത് ആരാന്നറിയാം, അടുത്ത് നോക്കണം. ഞാനായതുകൊണ്ട്. എന്നാലും ഈ ചള്ളും പള്ളും എല്ലാം കേട്ടാലും നമ്മൾ വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ട് നടക്കുകയല്ലേ. അല്ല, നിങ്ങളൊരു സ്വോത്രം പറ. കയറി ഇരിക്കടി, ഇച്ചിരി സ്പീഡ് വിടും, മുറുക്ക പിടിച്ചോണം, വളവുണ്ട്, ഇതെല്ലാം പറഞ്ഞാൽ നമ്മൾ ഒരു സ്വോത്രം. ദൈവത്തിന് മഹത്വം. അല്ല, ഇനി അവര് സ്വോത്രം പറഞ്ഞില്ലേ, നിങ്ങൾ ഇനി സ്വോത്രം പറയണം. അവർ പറയുകയല്ല. ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ സഹോദരി, ഇതെല്ലാം സഹിപ്പാനും വഹിപ്പാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള തന്മയത്വവും സമർപ്പണവും വിനയവും സഹിഷ്ണുതയും സിദ്ധതയും ഒക്കെ നിനക്കൊണ്ടെന്ന് ദൈവത്തിന് നിന്നെപ്പറ്റി നല്ല ഉറപ്പുള്ളത് കൊണ്ടാ ഇതിനെ നിന്റെ കൈ തന്നെ കൊണ്ട് തന്നത്. അപ്പുറത്തെ അവിടെ കൊടുത്തിരുന്ന അവള് ഇല്ല, മറ്റേ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നേ ഇവരെല്ലാം ആ സ്ഥലത്ത് പോകേണ്ടതാ. ഏത് സ്ഥലമാ? നമ്മുടെ TV തോമസ് ഒക്കെ താമസിക്കുന്ന സ്ഥലപ്പേരെന്ന് മരിച്ചു പോയി. വത്സന അബ്രഹാമിൻ്റെ ഭാര്യയുടെ, പെട്ടെന്ന് പറയാൻ മനസ്സിലാകാനാ സ്ഥലപ്പേര്.
ഉറക്കെ പറ. കുഴിക്കാല. അതാ കുഴിക്കാല. മനസ്സിലായോ? ഇത് വേറെ ആരുടെ കയ്യില ഇതിനെ കൊടുത്തിരുന്നെങ്കിൽ എന്നേ ഈ സ്വഭാവം ആന്നേലും എന്നും ഡ്രസ്സുമൊക്കെ കഴുകി കൊടുത്ത് തേച്ച് ഇറങ്ങി പക്ഷെ അവിടെ നിന്ന് ഇല്ലേ? എന്നാ ഇതുകൂടെ അങ്ങ് കുടിച്ചേച്ച്. നിങ്ങളൊരു കല്ലേലിയാ പറ. അതും കണക്കാ. പിന്നെ ഈ 9 ഇത്രയിലും ഒത്തല്ലോ വലിയ കാര്യം. അപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നമുക്ക് തരികയില്ല. ചില കഷ്ടങ്ങളും ശോധനകളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ ഓർക്കണം, ദൈവം നിന്നെ മറന്നിട്ടല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടല്ല, ദൈവം അറിയാതിരിക്കുന്നതുമല്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാ ദൈവം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമുക്ക് അറിവുള്ള വാക്യമാവുന്ന വായിച്ച 28-27 യെശയ്യാ പ്രവചനം 28-27 അറിവുള്ള വാക്യമാ. വായിച്ചോ, എടുത്തവരൊക്കെ വായിച്ചോ ആരാന്നേലും. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. പിന്നെ ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതും ജീരകത്തിന്റെ മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകത്തിന്റെ മേലും ജീരകത്തിന്റെ മേലും മെതിവണ്ടിയും കയറ്റത്തില്ല, വണ്ടിയുടെ ചക്രം കയറ്റി മെതിക്കത്തുമില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ അവസ്ഥ ദൈവത്തിനറിയാം, നിന്റെ ആക്കോ ആയോ ദൈവത്തിനറിയാം, നിന്റെ സാഹചര്യം ദൈവത്തിനറിയാം. അതുകൊണ്ട് ജീരകത്തിന്റെ മേൽ മെതിവണ്ടിയും കരിഞ്ജീരകത്തിന്റെ മേൽ സ്വത്രം ചക്രമൊന്നും കേറ്റത്തില്ല. പിന്നെ അടുത്ത വാക്യം കരിഞ്ജീരകം വടി കൊണ്ടും. അപ്പൻ ശിക്ഷിക്കാത്ത മക്കളവളുണ്ട്, ബാലശിക്ഷക്കത്തിലും കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുക. ജീരകം കോല് കൊണ്ട് തല്ല്. അപ്പൊ ചില തല്ലൊക്കെ വരും, അത് ദൈവം ഉപേക്ഷിച്ചതല്ല, സ്നേഹിക്കുന്നത് കൊണ്ടാ. ചില ശോധനകൾ വരും, ദൈവം മറന്നുപോയിട്ടല്ല, സ്നേഹിക്കുന്നത് കൊണ്ടാ. ചില രോഗങ്ങളൊക്കെ ഉണ്ട് ചിലർക്ക്, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല. അവിടുന്ന് സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാ. ചില ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും നിന്ദകളും ഒക്കെ സഹിക്കുന്നവർ ഇതിനകത്തിരിപ്പോണ്ട്. ദൈവം നിന്നെ മറന്നിട്ടില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും നമ്മുടെ ദൈവം നമുക്ക് തരികയില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒന്നും ദൈവം നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ദൈവത്തിന് മഹത്വം. എല്ലാം ദൈവം നന്മയ്ക്കാ ചെയ്യുന്നത്. ഈ കഷ്ടതയുടെയും ശോധനയുടെയും പരിശോധനയുടെ നടുവിൽ കൂടി വിടുന്നത് നമ്മളെ പൊന്നുപോലെ പുറത്തിറക്കാനാ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഒടുവിൽ പറയാ, നിർത്തുക. 9 9:10 നിർത്താം. എന്നാ അത് മതി. 9:10. ഇപ്പോൾ 9 10 മിനിറ്റിനകം നിർത്താം. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോ, പരീക്ഷയോട് കൂടെ നമ്മുടെ ദൈവം നമുക്ക് പോക്കുവഴി ഉണ്ടാക്കും. ദൈവത്തിന് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, പോക്കുവഴി ഉണ്ടാക്കി. ദൈവത്തിന് മഹത്വം. പോക്കുവഴി ഉണ്ടാക്കി. ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു. നമുക്ക് ആ ഭാഗം അറിയാവുന്നതുകൊണ്ട് വിവരിക്കുന്നില്ല. കർത്താവിനേക്കാൾ ഉപരി എന്തിനേലും സ്നേഹിച്ചാൽ അതിനെ ദൈവം ഒന്ന് പരിശോധിക്കും. ദൈവത്തിന് മഹത്വം. ആ പരിശോധനയിൽ അബ്രഹാം വിജയിച്ചു. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 22 ഇസഹാക്കുമായി പോയി യാഗപീഠമെടുക്കി ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തി അബ്രഹാം കത്തിയെടുത്തു. അപ്പൊ ദൈവം വിളിച്ചു, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാമിടെ ഇസഹാക്കിനെ കൊന്നതായിട്ട് നമുക്കറിയാം, എഴുതിയിട്ടില്ല. പക്ഷേ ഈ വിഷയം ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ട് ദൈവം അംഗീകരിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ അർപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ഇസഹാക്കിനെ അർപ്പിച്ചു. ഒറ്റവാക്കി പറഞ്ഞാൽ ഈ നെടലും പൊരുളും പഠിക്കുമ്പോൾ അബ്രഹാം പിതാവായ ദൈവത്തിന് നിഴലായിട്ടും ഇസഹാക്ക് യേശുക്രിസ്തുവിന് നിഴലായിട്ടും ഒക്കെ സാധാരണ പഠിപ്പിക്കുന്നത് പ്രതിരൂപ സ്വരൂപങ്ങൾ. വലിയ തെറ്റുമില്ല. അങ്ങനെ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കാം. 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് മരിച്ചു.
എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അങ്ങനെ ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിനകത്തെ വിശ്വാസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവൻ എന്ന് പറഞ്ഞാൽ ഉയർത്തു. അപ്പൊ ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് പോരുന്നത്. ഇതിനകത്തൊരു ആത്മീയ പാഠം നിങ്ങൾക്കറിയാം. ഇത് യേശുവിന്റെ കാൽവരി മരണത്തിന് ഒരു നെടല. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഒരു ആത്മീയ പാഠം, 22 ഇസഹാക്ക് മരിച്ചു, അല്ലെ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിന്റെ കല്യാണം ഏതധ്യായത്തിലാ? ഇസഹാക്ക് കല്യാണം കഴിച്ചോ? ഓൻ്റെ ഭാഷ ഞങ്ങളെ വിളിച്ചില്ല. ഞാൻ ഏതാ ഇസഹാക്കിന്റെ കല്യാണം? 24 അപ്പൊ 24 ഇസഹാക്കിന്റെ കല്യാണം, 23 സാറയുടെ മരണം, 22 ഇസഹാക്കിനെ ബലിയർപ്പിച്ചു. ഇങ്ങനെ അതിന്റെ ഓർഡർ അറിയാമല്ലോ. അപ്പൊ ഒരു ചിന്ത, ഇത് യേശുവിന്റെ കാൽവറി മരണത്തിന് നെടല. അങ്ങനെയെങ്കിൽ ഇസഹാക്കിനെ കൊന്ന് യാഗമായിട്ട് അർപ്പിച്ച് ഇസഹാക്ക് ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചിങ്ങോട്ട് വരുന്നത്. എബ്രായ ലേഖനോട് ചേർത്ത് പഠിച്ചാൽ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ട ഒരു വാർത്ത, റിബേക്ക ജനിച്ചെന്ന്. റിബേക്ക ആ 23-ാം അധ്യായത്തിന്റെ നേരെ മുകളില് ഒരു ചെറിയ കണ്ണികയുണ്ട്. ആ കണ്ണിക തുടങ്ങുന്നത് വായിച്ചേ മോളെ. അനന്തരം മിൽക്കായും നിന്റെ സഹോദരനായ നിന്റെ സഹോദരനാകുന്ന നാഹോറിന് മക്കളെ പ്രസവിച്ചു വന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അപ്പൊ 22 ഇസഹാക്കിനെ യാഗം അർപ്പിച്ച് ഇസഹാക്ക് എബ്രാഹിം കൊണ്ട് ചേർത്ത ഇസഹാക്ക് മരിച്ച ഇസഹാക്കിനെ ഉയർപ്പിച്ചു. ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വീട്ടിലോട്ട് വരിക. അപ്പൊ ഇങ്ങനെ വരുമ്പോ കേൾക്കുന്ന വാർത്ത, അനന്തരം മിൽക്കായും നിന്റെ സഹോദരനായ നാഹോറിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അടുത്തത് അവർ ആരെന്നാൽ ആദിജാതനായ ഊസ്, അവന്റെ അനിയൻ ബൂസ്, പിന്നെ ആരാമിന്റെ പിതാവിനെ കെമുവേല്, കേശേദ്, ഹസോ, പിൽദാഷ്, ഇദലാഹ്, ബെഥൂവേൽ. അടുത്തത് ബെഥൂവേൽ റിബേക്കയെ ജനിപ്പിച്ചു. മതി. ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത, റിബേക്ക ജനിച്ചു. കാൽവരിയിൽ യേശു ക്രിസ്തു മരിച്ചു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. കേബാവിന് പ്രത്യക്ഷപ്പെട്ടു, മന്ദിരവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ പത്രോസിന് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനല്ലേ? വായിച്ചേ മോളെ 15-1. നിർത്താം 5 മിനിറ്റ് ഉണ്ട്, നിർത്താം. ഏത് 15-ആണോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. പെട്ടെന്ന്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾക്ക് പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട തിരുവെഴുത്തുകളും പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കേബാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. ആദ്യം ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? കേബാവിന്. പിന്നെ 12 പേര്. ആ 12 പേരിൽ ഒരാളാ കേബാവ്. അപ്പൊ പത്രോസിന് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അതെന്തിനാ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു? വെറുതെ ഇരിക്കുമല്ലോ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട. ഏതായാലും ഉയർത്ത സമയം കളയണ്ട, കൂടെ
2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതിൽ ഒന്ന് 12 പേർക്ക്, അപ്പം 12 പേരൂടെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ഈ പീറ്ററിന് സ്പെഷ്യൽ കേസായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യേശു ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം പടകും വലയെടുത്തോണ്ട് പോയി മീൻ പിടിക്കുക, ഒന്നും കിട്ടിയില്ല. അവിടെ ഒരു പദം എഴുതുന്നുണ്ട്, പുലർച്ചെ യേശു പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞുങ്ങളെ. ആ താഴത്തെ ഭാഗം നിങ്ങൾക്ക് അറിയാണ്ട് വ്യാഖ്യാനിക്കുന്നില്ല, അറിയാമല്ലോ അതിൻ്റെ കാരണം. പുലർച്ചെ പ്രത്യക്ഷപ്പെടാൻ കാര്യം ഒരു പുലർച്ചയായി പുള്ളി തള്ളി പറഞ്ഞത് യേശുവിനെ. ഒരു വെളുപ്പിനെയാ തള്ളി പറഞ്ഞു. കാരണം കോഴി കൂവിയല്ലോ, സന്ധിക്കല്ലല്ലോ കോഴി കൂവുന്നേ. പുലർച്ചെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷതയിൽ ഏതാണ്ട് കാര്യത്തിനല്ല പരിഹാരം ഉണ്ടായി. ദൈവത്തിന് മഹത്വം. അപ്പൊ യേശു ക്രിസ്തു തന്റെ അരുമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ശിഷ്യവൃന്ദങ്ങൾക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് 40 ദിവസം ഇവരുടെ കൂടെ. ഒടുവിൽ ഇവരെ കൂട്ടിക്കൊണ്ട് ബഥാനിയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്ത് സ്വർഗത്തിലേക്ക് അവിടെ നിന്ന് പോയി. കൃത്യം 10 ദിവസം പരിശുദ്ധാത്മാവ് വന്നു, സഭ ആരംഭിച്ചു. ഇസഹാക്ക് ഉയർത്തെഴുന്നേറ്റ് അബ്രഹാം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അധികം താമസിക്കാതെ കേട്ട വാർത്ത, റിബേക്ക അവിടെ ജനിച്ചു. കാൽവറിയിൽ യേശു മരിച്ചു, കല്ലറയിൽ അടക്കി 3-ാം ദിവസം ഉയർത്തു. അധികം താമസിക്കാതെ താൻ വിവാഹം ചെയ്യേണ്ട തൻ്റെ മണവാട്ടി ജനിച്ചു. ഒരു പാഠവും കൂടെ. 22-ാം അധ്യായത്തിൽ ഇസഹാക്കിന്റെ മരണം. കല്യാണമോ 24-ൽ, 22-ൽ മരണവും 24-ൽ ഒറ്റ അധ്യായത്തിന്റെ വിടവേ ഉള്ളൂ. യേശു കാൽവറിയിൽ മരിച്ച് കല്ലറയിൽ അടക്കി 3-ാം ദിവസം ഉയർത്തു. അധികം താമസിക്കാതെ തിരുസഭയെ വേളി കഴിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ ഇന്ന് രാത്രി എല്ലാവരെയും ഭരിക്കട്ടെ. ഞാൻ ഭാഗ്യം പ്രസംഗിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇതുവരെ ശാന്തമായിട്ട് എല്ലാവരും എന്നെ കേട്ടിരുന്നല്ലോ. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, പരീക്ഷയോടുകൂടെ പോക്കുവടിയുണ്ട്. ഒരാട്ടുകൊറ്റനെ ദൈവം കരുതി. ദൈവത്തിന് മഹത്വം. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. അവൻ പരീക്ഷയിൽ തോറ്റുപോകരുത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇസ്രായേൽ മക്കൾ ചെങ്കട തീരത്ത് വന്നു, വലിയ പരീക്ഷ. എന്നാൽ അർദ്ധരാത്രിയിൽ ഉഷ്ണക്കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ 2ആയിട്ട് വിഭാഗിച്ച് 7 കൈവഴികളാക്കി ചെതറി ചെരുപ്പ് നനയാതെ ദൈവം തമ്പുരാൻ ഇവരെ മറുകര കയറ്റി. യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ യെരിഹോ കോട്ട ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ച ഉറപ്പാക്കി എല്ലാ ക്രമീകരണം ചെയ്തു. എന്നാൽ ദൈവമക്കൾ ഒന്നിച്ച് ആർപ്പിട്ടപ്പോൾ അതിശക്തമായി അടച്ച് ഉറപ്പാക്കിയ യെരിഹോ മതിലിനെ ദൈവം തകർത്തു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, അബ്രഹാമിന് വേണ്ടി ദൈവം കരുതി വെച്ചു. ദൈവജനത്തിന് വേണ്ടി ചെങ്കടലിൽ ദൈവം പാരയൊരുക്കി. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യെരിഹോ മതിലിനെ തകർത്തു. അങ്ങനെയെങ്കിൽ പരീക്ഷയോട് കൂടെ ദൈവം നമുക്ക് പോക്കുവഴി ഉണ്ടാക്കും. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ ഞരക്കത്തോടെ ഭാരത്തോടെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമുക്ക് പോക്കുവഴി ഉണ്ടാക്കും. അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങളെ പാടുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ. ചേർന്ന് അറിയാവുന്നവർ ചേർന്ന് പാടി നമുക്ക് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. കർത്താവേ ശോധന ദരിദ്രരെ വന്നാൽ ജിബ്രാൾട്ടർ പോലെ എന്നെ പാലിക്കണേ. ജിബ്രാൾട്ടർ
ജിബ്രാൾട്ടർ പാറമേൽ, ആ ജിബ്രാൾട്ടർ പാറമേൽ തട്ടും പരീക്ഷോണി തലത്തിലെ പരീക്ഷകൾ. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാപോലിശോണി തലത്തിലെ പരീക്ഷകൾ. പകലിലും രാവിലും പരീക്ഷ. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളൊക്കെ എന്നേക്കാൾ അറിവുള്ളവരും ഈ ഗൂഗിളിലും ഇതുമൊക്കെ സെർച്ച് ചെയ്യുന്നവരാ. ഒരു പാറയാ ജിബ്രാൾട്ടർ പാറ. കടലിൻ്റെ നടുക്ക. ഏതാ, അറ്റ്ലാന്റിക് ഓഷനാണോ അതോ ആണ്ട തപ്പുന്നു? ഏത് ഏത് സമുദ്രത്തിൻ്റെ നടുക്ക്? ഓ, കൊച്ചുകുഞ്ഞിന്റെ കാര്യമല്ലെന്ന്. ജിബ്രാൾട്ടർ പാറ എവിടാന്ന്? ജിബ്രാൾട്ടർ പാറ ചോദിച്ചപ്പോ കൊച്ചുകുഞ്ഞാന്ന്. അല്ല, ഇതിനകത്ത് അടിച്ചു നോക്കിയാൽ പറയാം. പാസ്റ്റർ ഒന്ന് നോക്കിയേ, ജിബ്രാൾട്ടർ പാറ അങ്ങനെ ഒരു സ്ഥലം, ഒരു പാറയാ. മെഡിറ്ററേനിയൻ കടലിന് നടുക്ക അല്ലയോ? ആ, വലിയ പാറയാ. ആ പാറ കടലിന് നടുക്ക. 4 വശത്തു നിന്നും തിര വന്നടിക്കുക. ഒരു കുഴപ്പവുമില്ല. ഇതുപോലെ ആയിരിക്കണം ഒരു ദൈവവൈതൽ. അകത്തു നിന്നും പുറത്തു നിന്നും ചുറ്റി നിന്നും സകലിടത്തു നിന്നും തിരമാലകൾ അടിക്കുമ്പോൾ ജിബ്രാൾട്ടർ പാറ പോലെ നിൽക്കണം. ഇന്നും നിൽക്കുക. ആ, ഈ ചിന്താഗതിയോട് ആ പാട്ട് പാടണം. പിന്നെ കൊച്ചുമോന് അവൻ മുങ്ങിയോ? അവനോട് വരാൻ ഈ മുറം പോലെ ഇതും വെച്ചോണ്ട് നടക്കുന്നുണ്ട്. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാപോലിശോണി തലത്തിലെ പരീക്ഷകൾ. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാപോലിശോണി തലത്തിലെ പരീക്ഷകൾ. ഓ, പകലിലും രാവിലും പരീക്ഷകൾ വരും. ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. പകലിലും രാവിലും പരീക്ഷകൾ വരും. ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. ഓ കർത്താവേ, ശോധന വന്നാലും ജിബ്രാൾട്ടർ പോലെന്നെ പാലിക്കണേ. കർത്താവേ, ശോധന തരുതേരെ വന്നാലും ജിബ്രാൾട്ടർ പോലെന്നെ പാലിക്കണേ. ഓ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. ലോകം പോകുന്ന നേരം വരെ എന്നെ പരിപാലിക്കേണേ പവിത്രാത്മനേ. ഓ, പരലോകം പോകുന്ന നേരം വരെ എന്നെ പരിപാലിക്കേണം പവിത്രാത്മനേ. ഓ, പാപം പരീക്ഷിക്കും ലോകം പരീക്ഷിക്കും സാത്താൻ ബന്ധുക്കൾ തൻ മർത്യജടം. ഓ, പാപം പരീക്ഷിക്കും ലോകം പരീക്ഷിക്കും സാത്താൻ ബന്ധുക്കൾ തൻ മർത്യജടം. ആമേ ദൈവാത്മശക്തിയാലെല്ലാം തകർക്കോ ഓ നസറായ വീരൻ തൻ സഹായിക്കോ. ആമേ ദൈവാത്മശക്തിയാലെല്ലാം തകർക്കുവാൻ നസ്രായ വീരൻ തൻ സഹായിക്കോ. ആമേൻ. ആപത്തുകാലത്തു ആശ്വാസം ഓ അടിയാർക്ക് സങ്കേതം ദൈവം തന്നെ. ആമേൻ. ആപത്തുകാലത്തു ആശ്വാസനേരത്തും അടിയാർക്ക് സങ്കേതം ദൈവം തന്നെ. ആമേ. ഭൂലോകം മറിഞ്ഞാലും എല്ലാം വെടിഞ്ഞവർക്കുല്ലാസമേ. ഓ, ഭൂലോകമാകവെ മറിഞ്ഞാലും എല്ലാം വെടിഞ്ഞവർക്കുല്ലാസമേ. ആമേ. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാ
ശൈതല കൈതല നീരാജാല ഗുണമാല ജാല ഓ ദീവരബടബല മൗഡലകബല ദീവരബടബല ദിരിബികബല ദീവരബടബല ദിരിബികബല ഓ ജോനി ദലദില ഓ ദിബ്രായ അട്ടോന്ദിരാ ഓ ദിബടബട ദീരബടബട ദീവല മൈലല അർദല ബടബല മൗഡാരാജ വൈദ ദീവല മൗഡല ലംബല ബടബല ദീവല വച്ച സൈദൽ കടകല ദീവല ഓ ദിബികബടബട നീരാജാല ദാല ദാല വൈദ രഗദ ഓ ദീവല വച്ച സൈദൽ കടകല ദൈവത്തിന് മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ കരമുയർത്തി ഹല്ലേലൂയ പാടാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്കുവടി ഉണ്ടാക്കും. അബ്രഹാമിന്റെ പരീക്ഷയിൽ പോക്കുവടി ഉണ്ടാക്കി. ഇസ്രായേൽ ചെങ്കടൽ കടത്തുകാൻ നേരത്ത് പോക്കുവടി ഉണ്ടാക്കി. ഇസ്രായേലിന് വേണ്ടി യെരിഹോവിൽ അടിച്ചുറപ്പാക്കിയെങ്കിലും ദൈവം പോക്കുവടി ഉണ്ടാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കരിഞ്ജീരകത്തിന്മേൽ മെതിവണ്ടിയും ജീരകത്തിന്മേൽ ചക്രവും കയറ്റാത്തതുപോലെ ചിലപ്പം പടി കൊണ്ടടിക്കും, കോല് കൊണ്ടടിക്കും. എന്തിനെന്ന് ചോദിച്ചാൽ ആമെ പൊന്നുപോലെ പുറത്തിറങ്ങാൻ. അതുകൊണ്ട് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് നല്ല അവകാശം പ്രാപിപ്പാൻ എന്നെ കേട്ട ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ചും എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച മാന്യസഭ, ചുമതലപ്പെട്ടവര്, അതിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ചവര് എല്ലാവർക്കും നന്ദി ചൊല്ലി, ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി ചൊല്ലി വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.